ഞങ്ങൾ എക്സ്പേർട്സിനെ ലിസ്റ്റ് ഇട്ടെ മീൻസ് ഐ തിങ്ക് അറൗണ്ട് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുള്ള സീസൺ എക്സ്പേർട്സിന്റെ. അപ്പൊ അതിലുപരി ഒരാളായിരുന്നു റിസ്വാൻക്ക്. അപ്പോൾ ആ ആൾ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇവിടുത്തെ സ്റ്റാർട്ടപ്പിന്റെ കേസുകൾ നോക്കുന്ന സമയത്തൊക്കെ ലീഡിങ് ആയിട്ടുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഹാൽസെൻകോ. അവിടുന്ന് ഹാക്കർ ബിൽഡ് ചെയ്യുകയും അത് സക്സസ്ഫുള്ളി സ്കെയിൽ ചെയ്ത് യുഎയിലേക്ക് വെരി ഷോർട്ട് സ്പാൻ ഓഫ് നമുക്കൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് മുന്നിൽ നിൽക്കുന്ന റിസ്വാൻക. അവര് ഇപ്പം നമ്മുടെ ഈ സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 24 സ്റ്റുഡൻസ് എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ പ്രോജക്ട്സ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അതിന് ലൈഫ് കൊടുക്കാനുള്ള ഡിമെൻഷനാണ് ഈ 2 months അപ്പൊ ഐ തിങ്ക് ഈ എക്കോസിസ്റ്റം എനാബിളേഴ്സ് എന്നുള്ള രീതിയിലേക്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അറിയാനും ഓൾസോ എങ്ങനെയാണ് സക്സസ്ഫുള്ളി സ്കെയിലിംഗ് ടു മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഫോർ ദ ടീം ഫോർ പബ്ലിക് പ്രാക്ടിക്കൽ പി സ്കൂൾ ലെറ്റ് മി വെൽക്കം റിസ്വാൻ ദ ഫൗണ്ടേഴ്സ്. അപ്പോൾ ഐ വാസ് ടോൾഡ് നിങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, എനിക്കും അൻസാറിൻ്റെ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റോട് വന്നു ഗോട്ട് ടു നോ ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ടു സീ ഇങ്ങനെ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ആകുന്നുള്ളത്. ബിക്കോസ് ഐ തിങ്ക് ഈ ഇക്കോ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പവർ ഉണ്ട്. ആൻഡ് ആ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് തകർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് നിങ്ങൾ ബീങ് എൻ ഓൺട്രപ്രനർ ബിൽഡിങ് ബിസിനസ്സസ് ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഇറ്റ്സ് വെരി ലോൺലി, വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള മെൻ്റലി ഭയങ്കരമായിട്ടുള്ള ഹോളോകോസ്റ്റ് ജേർണി തുടരുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഓടാനും അറ്റ്ലീസ്റ്റ് സംസാരിക്കാനോ റാൻഡ് ചെയ്യാനെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. അപ്പോൾ ഇങ്ങനൊരു സ്പേസ് ഉള്ളത് ബി വെരി ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതിലും ഭയങ്കര സന്തോഷമുണ്ട്. സോ ഞാൻ സംസാരിക്കുന്നതിലേക്കായിട്ടല്ല, ഐ തിങ്ക് നിങ്ങൾക്കുള്ള യു ആർ ഓൾ ബിൽഡിങ് ബിസിനസ്സസ്, നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അറിയേണ്ട കാര്യങ്ങളുണ്ടോ, വാട്ട് എവർ ദ ക്വസ്റ്റ്യൻസ് യു ഹാവ്, എന്നെക്കൊണ്ട് അറിയുന്ന എൻ്റെ സ്കോപ്പിലുള്ള അറിയുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഐ വിൽ വെരി ഓപ്പൺ ടു ഷെയർ യു. സോ വാട്ട് ഡു യു നീഡ് ഫ്രം മീ? എന്തെൻ്റെ അടുത്ത് വേണ്ടേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ 2 weeks ആയിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഇവർ നിൽക്കുന്ന അക്കാഡമിക്സ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ നേരത്തെ സൂചിച്ചോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു ഇന്നോവേഷൻ ടൂർ കഴിയൂ. അവിടുന്ന് ഗ്രാൻസ് എന്തൊക്കെയാണ് എക്കോസിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, കൊളാബറേഷൻസ് എന്നുള്ളതൊക്കെ അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പോൾ പിന്നെ ഓൾസോ അവിടുന്ന് ഉണ്ടായിരുന്ന റിസോഴ്സ് പേഴ്സൺ ഓൾസോ വാസ് ലൈക്ക് സ്കേലബിലിറ്റിയിൽ ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം ഹാവ് ഡൗട്ട്സ്. അവരുടെ വാലിഡേഷൻസിൽ ഇത് മതിയോ, നമ്മൾ സ്കെയിലബിൾ ആയിട്ടുള്ള ഫ്രം കേരള ടു ഗ്ലോബൽ എന്നുള്ള രീതിയിലേക്ക് വലിയൊരു ക്യാൻവാസ്ക്ക് ഉള്ള ഐഡിയ ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോവാം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിട്ടുള്ള ഒരു ക്ലാരിറ്റി പരം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. ഇനീഷ്യൽ ഫേസിൽ ഇപ്പോൾ ഇഫ് ക്യാൻ ബി കണക്റ്റഡ് ടു റിസ്വാൻക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇനീഷ്യൽ ഫേസിൽ നിന്ന് ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന സമയം മുതലുള്ളതിലേക്ക് കണക്ട് ചെയ്തിട്ട് പറയാൻ ഐ തിങ്ക് അതെങ്ങനെ ഗ്രൗണ്ട് അപ്പ് നിന്ന് ബിൽഡ് ചെയ്യാവുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ബിൽഡ് ചെയ്യുന്നത്? എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്? ലൈക്ക് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ? ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ജസ്റ്റ് പ്രൊഡക്ട്സ് എത്ര പേര് ബിൽഡ് ചെയ്യുന്നുണ്ട്? B2B ആണോ? B2B ആണെങ്കിൽ ഒന്ന് കൈവക്കോ. ഓക്കെ, ഡയറക്റ്റ് ടു കൺസ്യൂമർ. മൈക്ക് വേണോ? വേണമെന്നില്ലല്ലോ. ഓക്കെ, സർവീസ് സൈഡിൽ B2B ആണോ അതോ കൺസ്യൂമർ ആണ്? ഓക്കെ, എത്ര പേര് ഐ മീൻ ഫണ്ട് ഇല്ലാതെ ബിസിനസ്സസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇതിൽ? ബാക്കി എല്ലാവർക്കും ഫണ്ട് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്? ഐ മീൻ ജസ്റ്റ് ടു ഗെറ്റ് എൻ ഐഡിയ. നിങ്ങളൊക്കെ ഫണ്ട് വേണം എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ? എന്ത് ടൈപ്പ് ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത്? എന്താ നിങ്ങളുടെ ബിസിനസ് ഐഡിയ? ഫുഡ് പ്രൊഡക്റ്റ് ആണോ? ഓക്കെ, പിന്നെ എനിത്തിങ് എൽസ്? ഹൈബ്രിഡ് ഫിസിയോതെറാപ്പി. ഓക്കെ, പിന്നെ ഡിജിറ്റൽ എക്സ്പോർട്ട് പ്ലാറ്റ്ഫോം. ഓക്കെ, പിന്നെ ടോയ്ലറ്റ് സീറ്റ് ഡിസിൻഫെക്ട്. ഓക്കെ, ഓൾ റൈറ്റ്. നിങ്ങൾ
ജസ്റ്റ് ഗെറ്റ് എൻ ഐഡിയ. നിങ്ങളിപ്പം പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്ത് തുടങ്ങിയോ? ഐ മീൻ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? സെയിൽസ് വന്ന് തുടങ്ങിയോ? ഇല്ല, ആരും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, ഈ ഐഡിയ നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ഐഡിയ ഫോളോ ചെയ്യുക എന്നുള്ള ഒരു സാധനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്? വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ്? എങ്ങനെ നിങ്ങൾ ഐഡിയയിലേക്ക് നിങ്ങൾ എത്തിച്ചെന്ന്? നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇതേപോലെ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലത്തിലാണ് ഡിജിറ്റൽ എക്സ്പോർട്ട്. ഗുഡ്. നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലം, പിന്നെ സെയിം എല്ലാവരും ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്ന് വന്നിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് ഇതൊക്കെ. ദാറ്റ് ഈസ് ഗ്രേറ്റ്. യുനോ ജനറലി നമ്മൾ ഐഡിയാസ് പറയുന്ന സമയത്തൊക്കെ ആയിട്ട് ജസ്റ്റ് എനിക്ക് ഈ സാധനം തോന്നി, ഗോ ടു ദാറ്റ് എന്നുള്ളതായിരിക്കാം. പക്ഷേ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴാണ് അതൊരു മീനിങ് ഫുൾ ബിസിനസ് ആയിട്ട് മാറുന്നത്. റൈറ്റ് നൗ ഈ എല്ലാ പ്രോബ്ലവും സോൾവബിൾ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്കെയിലബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആവണമെന്നില്ല അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റോക്കറ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും സ്കെയിലബിൾ ആയിട്ടുള്ള സംഭവമല്ല, പക്ഷേ ഇറ്റ് ഈസ് എ മാസീവ് ഐഡിയ അല്ലേ? അപ്പം നിങ്ങളുടെ ബിസിനസ്സസ് നിങ്ങൾ എങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ, അതോ ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഹാപ്പൻ ആണോ? ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്തേ? ഓക്കെ, മെന്റേഴ്സിനെ കണ്ടിട്ട് അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇത് നമ്മൾ വേറൊരു നമ്മുടെ ഉദ്ദേശിച്ച കമ്പനിയുടെ നെയിം ഇല്ലാതെ വേറൊരു നെയിം ഇട്ടിട്ട് ഒരു മാർക്കറ്റിൽ നമ്മൾ ട്രയൽ ചെയ്തു, സെല് ചെയ്ത് നോക്കിയോ? ഓക്കെ, then how else? എൻ്റെ ഇതൊരു സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. സോ ഇനീഷ്യലി എൻ്റെ ഫ്രണ്ട് തന്നെ അപ്രോച്ച് ചെയ്തായിരുന്നു. കുറച്ച് വേറെ മെത്തേഡിലായിരുന്നു അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിന് റേറ്റിംഗ് ചെയ്തപ്പോൾ അത് നിലവിൽ പോസിബിൾ അല്ല. നിലവിൽ പോസിബിൾ അല്ല. അങ്ങനെ റേറ്റിംഗ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞത്. സോ മാർക്കറ്റ് സ്റ്റഡി നടത്തി, പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട അതിപ്പോൾ CA ടാക്സ് പ്രാക്ടീഷണേഴ്സ് അവരൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നിലവിൽ ഇവരിങ്ങനെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റി. സോ അത് വെച്ച് ചെയ്തിട്ടാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ ആപ്ലിക്കേഷൻ അല്ലേ, ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇനീഷ്യലി വരെ ഫേസ് ചെയ്യുന്നത് സ്മോൾ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഒരു ബിസിനസ്സിക്ക് പെട്ടെന്ന് ഫോണിൽ മീഡിയ നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് സോഫ്റ്റ്വെയർ അക്വയർ എന്ന് പറയുമ്പോൾ ഹൈ കോസ്റ്റ് ആയിരുന്നു. സോ കോസ്റ്റിൻ്റെ കൺസേണിൽ മിനിമൽ കോസ്റ്റിൽ സബ്സ്ക്രിപ്ഷൻ മെത്തേഡാണ്. പിന്നെ ഇവർക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, അതായത് ഒരുപാട് ആവശ്യമില്ലാത്ത അക്കൗണ്ടിങ് ടേംസ് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവർക്ക് തന്നെ ഈസി മൾട്ടി ലാംഗ്വേജ് ഓപ്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻ്റർഫേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ മാനുവൽ എൻട്രി ചെയ്യുന്നവരാണെങ്കിലും ലോക്കൽ സോഫ്റ്റ്വെയർസ് വാങ്ങുന്നവരാണെങ്കിലും അവർ ഓഫ്ലൈൻ ആയിരിക്കും. സോ പെട്ടെന്ന് സിസ്റ്റം ലാംഗ്വേജ് ആവുക അല്ലെങ്കിൽ മാനുവൽ എൻട്രി ചെയ്ത് നമുക്ക് ലോസ് ആവുക ചെയ്തു, അല്ലെങ്കിൽ ഇവർക്ക് ഡാറ്റ ലോസ് വന്നു. സോ അത് നമ്മൾ ക്ലൗഡായിട്ട് മാറ്റി. ദെൻ ചിലർക്ക് ഇപ്പോൾ ഓക്കെ, താങ്ക് യു. പിന്നെ ഹു എൽസ്? നിലവിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടും പിന്നെ അവിടെയുള്ള ക്ലിനിക്കിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ലൈക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ എത്തിപ്പെടുന്നത്. ലൈക്ക് എൻ്റെ ഫാദറിന് ഒരു പ്രോബ്ലം ഉണ്ടായപ്പോഴാണ് ഫിസിയോതെറാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ടൈമിന് കിട്ടൂല, അവിടെ നമ്മൾ കുറേ സമയം കാര്യങ്ങൾ ചിലവഴിക്കണം, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്ന കാര്യം ഓൺലൈൻ ചെയ്തുകൊണ്ട് ഹോമിലേക്ക് വീട്ടിലേക്ക് സർവീസ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് ഞാൻ കൂടുതൽ ലൈക്ക് ഓരോ ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിലും വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ലൈക്ക് വീട്ടിൽ വരാൻ പറ്റും, ഈ ഒരു പ്രൈസ് തന്നെ ചെയ്യാൻ പറ്റിയാൽ വണ്ടർഫുൾ, ലൈക്ക് നല്ലൊരു സംഗതിയാണ് എന്നുള്ള തോട്ട് കിട്ടിയപ്പോൾ അതിൻ്റെ ലെവലിൽ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഐ ടോക്ക് ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് ഹാക്ക, റൈറ്റ്? കാരണം ഞാനിതിന് മുന്നേ വർക്ക് ചെയ്ത സമയത്ത് ഐ വാസ് അറ്റ് ബൈജൂസിൽ ഞങ്ങളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് അത് ഫ്രം ഗ്രൗണ്ട് അപ്പ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ മാസീവ് സ്കെയിലാണ്, നമുക്കത് റിലേറ്റബിൾ അല്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഐ ടോക്ക് ഇൻ പെർസ്പെക്റ്റീവ് ഓഫ് ഹാക്ക. ഇപ്പോൾ ഞങ്ങൾ ഹാക്ക സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം ബേസ് ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഇവിടെ കാലിക്കറ്റ് ടാലൻസിന് കിട്ടാനില്ല. മാർക്കറ്റിംഗ്,
അന്ന് ഇവിടെ ഒരുപാട് ഏജൻസീസ് ആയിട്ടില്ല, എന്നാലും ദർ ആർ അത്യാവശ്യം ഏജൻസീസ് ഉണ്ട്. കാലിക്കറ്റ് പോലുള്ള ഒരു സിറ്റിയിലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനോ നല്ല ടാലൻസ് ഒന്ന് ഫൈൻഡ് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇപ്പോൾ കൊച്ചി അല്ലാന്നുണ്ടെങ്കിൽ മറ്റു ടയർ 1 സിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൈഫ് സ്റ്റൈല് അതേപോലെ തന്നെ കൾച്ചറൊക്കെ ബേസ് ചെയ്തിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ഇപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നായാലും മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റെഡിയാണ്. എന്നാൽ കാലിക്കറ്റ് പോലൊരു സിറ്റിയിൽ നൈറ്റ് ലൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഓപ്ഷൻസ് ഓർ ഈവൻ സ്റ്റേ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് ടാലൻസിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു പോയിന്റ് എത്തി നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏജൻസി സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാലൻസിന് വേണം. അങ്ങനെയാണ് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് നമ്മുടേതായ ടാലൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ മേലെയാണ് ഹാക്ക സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിൽ വരുന്നത്. അപ്പം നമ്മളന്ന് മാർക്കറ്റിംഗ് മാത്രമാണ് ചെയ്യുന്നത്. വി സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ ഇല്ല. എന്നാൽ എന്തൊരു സംഭവം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൻ ഓൺടർപ്രണർ ഈസ് ഓൾവേസ് എൻ ഓൺടർപ്രണർ അല്ലേ. ഒരു ബിസിനസ്മാൻ എന്നും ബിസിനസ്മാനാണ്. ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയെങ്കിലും ഓപ്പൺ ആവുമെന്ന് കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് പോയിട്ട് ഗ്രാബ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അങ്ങനെ ദാറ്റ് ഇവൻച്വലി വിക്കം ഓക്കെ വൈ ഡോണ്ട് വി ഡു ഇറ്റ് ഇൻ എ ലാർജ് സ്കെയിൽ. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ തന്നെ ആഡ്സ് മറ്റേ മാർക്കറ്റിംഗ് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ അതിന് മുന്നേ നമ്മൾ അറിയാതെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു. നേരെ ആദ്യം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് ഇനീഷ്യലി കംപ്ലീറ്റ്ലി ഓർഗാനിക് ആയിരുന്നു. അതായത് അന്നൊരു ബ്രാൻഡ് എക്സിസ്റ്റിംഗ് ആണ്. ആ ബ്രാൻഡിലുള്ള ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹാരിസൺ കോ എന്നുള്ളൊരു ബ്രാൻഡിന് ഒരു പാരൻറ്റ് കമ്പനിക്ക് ഓൾറെഡി ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട്, ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടുള്ളത് തന്നെ ആദ്യത്തെ ബാച്ചൊക്കെ ഫുൾ പ്യൂർലി ഓർഗാനിക് ആയിട്ട് എന്തായി ഫില്ലായി. എന്നാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ബാച്ചിൽ 6 പേരെന്തോ അഡ്മിഷൻ എടുത്തിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബാച്ച് എന്ന് പറയുന്നത് 2 പേരാണ്. ആ 2 പേര് വെച്ചിട്ട് അത് ഇങ്ങോട്ടും പോയി. ആൻഡ് ഐ തിങ്ക് സെക്കൻഡ് ബാച്ച് വന്ന സമയത്ത് കുറേ കൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് വീണ്ടും അഗെയിൻ ഓർഗാനിക് ആയിട്ട് എന്ത് ചെയ്തു. സെക്കൻഡ് ബാച്ചും ഐ തിങ്ക് ക്ലോസ് ടു 8 പീപ്പിൾ എന്തോ ജോയിൻ ചെയ്തു. 6 പേരെന്തോ ആ ബാച്ചിന് ഇത് കംപ്ലീറ്റ് ചെയ്തു. സോ ഇനീഷ്യലി ആദ്യത്തെ ഹാക്കർ എന്ന് പറയുന്നത് അതാണ്. അന്ന് നമ്മൾ ഈ വാലിഡേഷൻ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി എന്നൊക്കെയുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടില്ല. വാട്ട് വി ഡിഡ് വാസ് ജസ്റ്റ് ബിൽഡ് എ ബേസിക് മോഡൽ, അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഐ എം വെരി ഷുവർ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഒരു ഫുൾ ഫ്ലെജ്ഡ് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലായിട്ടായിരിക്കാം. എന്നാൽ ദിസ് ഇസ് മൈ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിയലൈസേഷനാണ്. നമ്മൾ ഒരിക്കലും ഒരു മാക്രോ സ്റ്റാർട്ടപ്പ് ഇനീഷ്യലിനെ ബിൽഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി മൈക്രോ സ്റ്റാർട്ടപ്സിൻ്റെ സ്റ്റാക്ക് ആയിരിക്കണം എപ്പോഴും. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടു ഗിവ് എൻ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫിറ്റ്നസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ബിൽഡ് ചെയ്യുന്നത് വെച്ചോ. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് അതിൽ പേഴ്സണൽ ട്രെയിനിങ് വരാം, മേർച്ച് വരാം, കൺസൾട്ടേഷൻ വരാം, വൺ ഓൺ കൺസൾട്ടേഷൻ വരാം, ന്യൂട്രീഷൻ വരാം, ട്രാക്കിംഗ് വരാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരാം, റൈറ്റ്? ഐഡിയലി നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താ, ഇതെല്ലാം തന്നെ ആദ്യത്തെ വേർഷനിൽ ജസ്റ്റ് എ ഫുൾ ഫ്ലെജ്ഡ് സ്വീറ്റ് അതിലുണ്ടാവുക എന്നുള്ളതായിരിക്കും. എന്നാൽ വൺ തിങ് ഐ ഹവ് റിയലൈസ് റീസെൻ്റ്ലി, നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ ബിസിനസ് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് വൺ സിംഗിൾ ടച്ച് പോയിന്റ്. ആ ടച്ച് പോയിന്റ് വാലിഡേറ്റ് ചെയ്തിട്ട് വൺസ് ആ ഏരിയ നമ്മൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ആയി അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ മാർക്കറ്റിൽ ഓൾറെഡി നമ്മൾ ഇറങ്ങി, നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദർ ആർ നോട്ട് മച്ച് വേസ് ടു ലേൺ മാർക്കറ്റ്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാർക്കറ്റ് പഠിക്കാനായിട്ടുള്ള ആകെയുള്ള മാർഗം എന്ന് പറയുന്നത്. ആൻഡ് ഹൗ ആർ യു ഗോയിങ് ടു ഡു ദാറ്റ് അൺടിൽ ആൻഡ് അൺലെസ് യു ആർ ഇൻ ദ മാർക്കറ്റ്, അല്ലേ? നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാതെ ഡേ ടു ഡേ ബേസിലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കാതെ, ആ ഫീഡ്ബാക്ക് ലൂപ്പില്ലാതെ ഒരിക്കലും നമ്മൾ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഫസ്റ്റ് തന്നെ നിങ്ങളൊരു എക്സ് എമൗണ്ട് ഓഫ് മണി റേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ മാർക്കിലെത്തുമ്പോഴേക്കും നിങ്ങൾ അറിയുന്നത് ദിസ് ഇസ് നോട്ട് ദ പ്രൊഡക്റ്റ് ദാറ്റ് ദ കസ്റ്റമർ നീഡ്സ്. അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്ട്സ്. ലാസ്റ്റ് വീക്ക് ഐ വാസ് ടോക്കിംഗ് ടു എ ഫൗണ്ടർ. അവർ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് $2.5 million ഫസ്റ്റ് റേസ് ചെയ്തു. എന്നിട്ട് ആ ഗെയിം ഡെവലപ്പ് ചെയ്തു. ഐ തിങ്ക് ഒരു $500K എന്താ സ്പെൻഡ് ചെയ്തിട്ട് ഗെയിം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് US-ലാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. US-ൽ പോയിട്ട് അവരെന്ത് ചെയ്തു, പെർഫോമൻസ് മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്തു. അറൌണ്ട് $840K, ദാറ്റ് ഇസ് $8 ലക്ഷം സ്പെൻഡ് ചെയ്തു. 0 റിട്ടേൺസ്. ആ കമ്പനി ഷട്ട് ഡൗൺ ചെയ്തു. വൺസ് ആ പ്രൊഡക്റ്റ് അവിടെ എത്തി, അല്ലെങ്കിൽ അവർ 6-7 വർഷം സെങ്കയൊക്കെ പോലുള്ള കമ്പനിയിൽ ഗെയിം ഡെവലപ്പേഴ്സായിട്ട് ലീഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. 4 co-founders, വെരി ബിഗ് ഗൈസ്. They got into the market, realized that ഇതല്ല വേണ്ടേ, ഷട്ട് ഡൗൺ. ആ $2.5 million പോയി, ആ കമ്പനി ഷട്ട് ഡൗൺ ആയി, ബാങ്ക് ഇൻസോൾവൻസി ഫയൽ ചെയ്തു.
റൈറ്റ്? സെയിം വേ നമ്മൾ ഇപ്പോൾ ഒരു മേജർ ആയിട്ടൊരു ടച്ച് പോയിന്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫിറ്റ്നസ് ട്രെയിനർ ഈ ആപ്പിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സേ ഐ റിയലൈസ് ദാറ്റ് അറ്റ് ദ മൊമെന്റ് കറൻ്റ്ലി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കീറ്റോ എന്നുള്ള സാധനമാണ് വെച്ചോ. മേ ബി ഐ സ്റ്റാർട്ട് വിത്ത് സേ കീറ്റോ ട്രാക്കിങ്ങിൻ്റെ ഒരു സംഭവിക്കുക, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ട്രാക്കിങ്ങിൻ്റെ ആയിട്ട് സംഭവിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സേ അതിലേക്ക് ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഓഡിയൻസ് നിങ്ങൾക്ക് അവിടെ വന്നു. മേ ബി വാട്ട് ഐ വിൽ ഡു ഇസ് ആ ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഈ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ള സാധനം ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? ലൈക്ക് ഐ ഹാവ് സമ്മൺ ടു ടോക്ക് അബൌട്ട്, ഐ ഹാവ് സമ്മൺ ടു ലേൺ മൈ പ്രൊഡക്റ്റ്. ചിലപ്പോൾ ഐ ആം ജസ്റ്റ് ഡൂയിങ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഈ സാധനം ഒരു ക്ലിക്ക് ബൈറ്റ് ആയിരിക്കും എൻ്റെ, ബിക്കോസ് എനിക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓഡിയൻസിനെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് മൈ എക്സാക്ട് ഓഡിയൻസ്. അവരുടെ അടുത്ത് നിന്ന് ഇൻസൈറ്റ്സ് എടുത്തിട്ടായിരിക്കും ഞാൻ അടുത്ത ഫീച്ചർ ഷിപ്പ് ചെയ്യുന്നുണ്ടാവുക. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അടുത്ത ഫീച്ചർ ഷിപ്പ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാനായിട്ടാണ്, ദിസ് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ്. വേറെ ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് സേ സർവീസ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സർവീസ് ഓഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി നീഡ് ടാലൻസ്, സേ വി നീഡ് നമുക്ക് ടീം വേണ്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമുക്കൊരു സ്ഥാപനം കാര്യങ്ങളൊക്കെ വേണം. ഇന്ന് അതിനൊന്നും ആവശ്യമില്ല, റൈറ്റ്? ഞങ്ങളെങ്ങനെ ദുബൈയിൽ ലോഞ്ച് ചെയ്താൽ അറിയാം, ഞങ്ങൾക്ക് ഇതേപോലെ ദുബൈയിലെ മാർക്കറ്റ് വാലിഡേറ്റ് ചെയ്യണം, ഐഡിയ വാലിഡേറ്റ് ചെയ്യണം. ഞങ്ങൾ വി ഹാവ് ബീൻ ഹാവിങ് ദിസ് തോട്ട് ബാക്ക് ഇൻ ദ മൈൻഡ് ഫോർ എ ലോങ് ടൈം. ദുബൈ എന്നാൽ ഞങ്ങൾ ഫണ്ടൊന്നും ഇതുവരെ റേസ് ചെയ്തിട്ടില്ല, കയ്യിൽ പൈസ ഇല്ല. അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഹ്യൂജ് റിസ്ക്. കാരണം സേ ഇവിടുത്തെ റണ്ണിങ് കോസ്റ്റിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 3x 4x അവിടെ ഇതിൻ്റെ മേ ബി ഒരു 10% ഓഫ് ദ സൈസ് ഓഫ് ദ ബിസിനസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ റെൻറ്റ് സേ ഞങ്ങൾ ഇവിടെ പന്നിയങ്കര 10,000 സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്ന റെൻറ്റ് ഞങ്ങളവിടെ 1,000 സ്ക്വയർ ഫീറ്റിന് ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ് ദാറ്റ് ടു നോട്ട് എ ഇതല്ല. സോ ഇറ്റ്സ് എ വെരി ബിഗ് ക്യാപിറ്റലാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ബട്ട് വി വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ റോങ് ഡിസിഷൻ. കാരണം നമ്മൾ അത്രയും ഒരു ഫണ്ടൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ഒപ്പിച്ച് അവിടെ പോയിട്ട് ലാസ്റ്റ് അവിടെ എത്തിയിട്ട് ഇഫ് ഇറ്റ് ഡസൻ വർക്ക് ഔട്ട് വി കാൻ ടേക്ക് ദാറ്റ് ലോസ്. ഐ എം വെരി ഷുവർ ഇവിടെയുള്ള ആൾക്കാരും അങ്ങനെ തന്നെയാണ്, അല്ലേ? നിങ്ങൾ സേ സംഹാവ് അവിടെ നിന്നൊക്കെ ആയിട്ട് ഫണ്ടൊക്കെ റോൾ ചെയ്ത് ഒരു സാധനം ചെയ്ത് അവിടെ കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി ഗെറ്റ് ടു നോ ദാറ്റ് ഇറ്റ് ഡസൻ വർക്ക് ഔട്ട്, യു മേ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ദാറ്റ് ലോസ്. ഞങ്ങൾ എന്താ ചെയ്തേ? ഏറ്റവും സിമ്പിൾ സംഭവമാണ്. ഞാനൊരു വീഡിയോ എടുത്തു, ഇവിടുന്ന് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടാക്കി, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാക്കി, ഓൾറെഡി ഉണ്ട്, ഒരു ആഡ് റൺ ചെയ്തു, 1000 രൂപ ചിലവ്, 180 ലീഡ് ജനറേറ്റ് ആയി. ഈ 180 ലീഡ് ഇവിടെ ഓൾറെഡി ടീമുണ്ട്, ഒരാൾക്ക് ഈ ലീഡ്സ് കൊടുത്തു. ആ ലീഡ്സ് കൊടുത്തിട്ട് വിളിക്കാനായിട്ട് പറഞ്ഞു. വൺസ് വിളിച്ചിട്ട് ഏകദേശം 34 പേരെന്തോ റെസ്പോണ്ട് ചെയ്തു. ഈ 34 പേരെന്തോ റെസ്പോണ്ട് ചെയ്തിട്ട് അതിൽ ഒരാൾ ലൈക്ക് നോബഡി ആസ്ക്ഡ് ഫോർ ഓഫീസ്, നോബഡി ആസ്ക്ഡ് ഫോർ കരിക്കുലം, ഒന്നും ചോദിച്ചില്ല. ലൈക്ക് വി ടോൾ ഏതൊക്കെ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എന്ത് ചെയ്തു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. വൺസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിൽ 1 person വാസ് റെഡി ടു പേ. ഞങ്ങൾ പേയ്മെൻറ്റ് പോലും, ഞങ്ങൾ എത്ര ഫീസ് ചാർജ് ചെയ്യണമെന്നോ എന്താ കൊടുക്കേണ്ടതൊന്നും അറിയില്ല. വി വർ ലേണിങ്, റൈറ്റ്? ആഡ്സ് റൺ ചെയ്തു, ലീഡ്സ് വന്നു, ഇരുന്ന് എല്ലാവരും സാനുഷ അധികം ആൾക്കാരും വിളിച്ചു. എന്നിട്ട് ക്ലോസ് ടു 30-35 ആൾക്കാർ ഇതാക്കി. ഒരാൾ എന്ത് ചെയ്തു, പേയ്മെൻറ്റ് ചെയ്യാൻ എത്ര പേയ്മെൻറ്റ് എന്നുള്ളിടത്തേക്ക് എത്തി. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, ഓക്കെ ഇത്ര പറഞ്ഞു. ഹി വാസ് റെഡി ടു പേ. അപ്പോൾ വി അണ്ടർസ്റ്റുഡ് ഒരു പെയ്ഡ് കസ്റ്റമർ കിട്ടി, റൈറ്റ്? ദാറ്റ് ഈസ് എ വാലിഡേഷൻ. ഇഫ് ദർ ഇസ് 1 person who is ready to pay for your business, that means it is a product അല്ലെങ്കിൽ സർവീസ് that is okay to build. ഇഫ് നിങ്ങളുടെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, നിങ്ങളുടെ സർവീസ് അടിപൊളിയാണ്, കോൺസെപ്റ്റ് ഇസ് അബ്സല്യൂട്ട്ലി ഫിനോമിനൽ, ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെയാണ്, എന്നാൽ പർച്ചേസ് ചെയ്യാൻ നിലവിൽ ഇപ്പം കസ്റ്റമേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സസ്റ്റെയിൻ ആവില്ല. ഐ ഹാവ് അനദർ എക്സാമ്പിൾ ടൈൽ. ഇപ്പോൾ ഞാൻ ഹാക്ക ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഐ വാസ് ബിൽഡിങ് എൻ NFT മാർക്കറ്റ് പ്ലേസ്. NFT എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും നോബഡി നോസ് അബൌട്ട് ഇറ്റ്. 3.5 വർഷം മുന്നേ ഞാൻ ഇതേപോലെ ഞാനും ഒരു 3 co-founders വി വെൻറ്റ് കർണാടക സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഗ്രാൻഡിന് അപ്ലൈ ചെയ്തു. 50 ലക്ഷം രൂപ ഞങ്ങൾ ഗ്രാൻഡ് റേസ് ചെയ്തു. അതിന് ശേഷം ഫണ്ട് റേസിങ്ങിന് പോയി 5CR 10% റേസ് ചെയ്യാന്നുള്ള രീതിയിലായിട്ട് ഞങ്ങൾ ഫണ്ട് റേസിങ്ങിന് ഇറങ്ങി. ഞാനൊരു 6 മാസം ഈ NFT എന്താ, ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന സാധനങ്ങളൊക്കെ പഠിക്കാൻ ഇറങ്ങി. 6 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഈ സംഭവം തലയിൽ ഓടണില്ല. മാത്രമല്ല ഞാൻ ആരടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ആർക്കും ഇത് അറിയില്ല. നമ്മളിത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. വി ഹാഡ് എ CTO, 2 ഡെവലപ്പേഴ്സൊക്കെ ഉണ്ടായി. ആൻഡ് ഈ ഗ്രാൻഡിന് വന്ന പൈസയൊക്കെ അവിടെ പോയി, റൈറ്റ്? ഒരു ബേസിക് പ്രൊഡക്റ്റ് ഞങ്ങൾ ബിൽഡ് ചെയ്തു. ബിൽഡ് ചെയ്തിട്ട് ഇൻ ദ ഫസ്റ്റ്
ഒരു MVP ഫേസിൽ ഇതിൻ്റെ ഒരു ബീറ്റ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ പുറത്തെത്തിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് ഇന്നല്ല, ഇതൊരു 3-4 വർഷം കഴിയുമ്പോഴേക്കായിരിക്കും ആൾക്കാർ പിന്നെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവെയർ ആയിട്ട് വരുന്നുണ്ടാവുക. ആൻഡ് ഐ വാസ് ഫെഡ് അപ്പ്. ലൈക്ക് ഞാൻ ഈ NFT പഠിക്കാൻ നോക്കിയിട്ട് എനിക്കിത് മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് ഐ എം ദ റൈറ്റ് CEO ഫോർ ദിസ് കമ്പനി. നിങ്ങൾ വേറെ ഉള്ള CEO ആയിട്ട് നോക്കേണ്ടി വരും. ഞാനാണെന്നുണ്ടെങ്കിൽ വർക്കാവില്ല. ഐ ലൈക്ക് ഗെയിം മൈ ഷെയർസ്, ഡിഡ് എവറിത്തിങ്, ഐ എക്സിറ്റഡ്. ഒരു 3 മാസം മുന്നേ ആ കമ്പനീൻ്റെ ഇൻസോൾവൻസിക്ക് വേണ്ടിയിട്ടായിട്ട് ഐ സൈൻഡ് ആൻഡ് ഗേവ്, ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്. റീസൺ ബീങ് 4 വർഷം മുന്നേ ആ കമ്പനി അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് എ വെരി ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ്. ഇന്നും അത് എക്സിസ്റ്റിംഗ് ആണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് ചെയ്യില്ല, വർക്കാവില്ല. അത് വർക്കൗട്ട് ആയിക്കണമെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പം 2, 3, 4, 5, 10 മില്യൺ ഡോളേഴ്സ് റൈസ് ചെയ്ത് അവിടെ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മേ ബി അടുത്തൊരു 5-10 വർഷം ശേഷിയായിരിക്കും ആ കമ്പനി എന്തുണ്ടാവുക, വർക്കൗട്ടായിട്ട് വരുന്നുണ്ടാവാം. റൈറ്റ്, ജസ്റ്റ് ലൈക്ക് ഹൗ ഓപ്പൺ ആയിട്ട് റൈറ്റ് 5-6 വർഷം മുന്നേ അവർ സമ്മർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ പ്രൊഡക്ട്സ് ചിലപ്പം ഭയങ്കര അടിപൊളിയായിരിക്കും, ഐഡിയ ചിലപ്പം ഭയങ്കര സംഭവമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഫണ്ട് ക്യാപിറ്റൽ ഇല്ലാതെ വർക്കൗട്ട് ആക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ദർ ഇസ് എ സീറോ എക്സ്പെൻസ് വേ. ഓഫ് കോഴ്സ് ദർ വിൽ ബി സീറോ എക്സ്പെൻസ് വേ ടു വാലിഡേറ്റ് യുവർ ഐഡിയ. ആൻഡ് ദ ബേസിക് ഏറ്റവും സീറോ എക്സ്പെൻസ് വേ എന്ന് പറയുന്നത് നിങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, കാര്യങ്ങളൊക്കെ പറയും. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മെൻറ്ററെ സംബന്ധിച്ചിടത്തോളം ഐഡിയ ആണ്. റൈറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾസ് എൻ്റെ അടുത്തൊരു കമ്പനി വരികയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് വരികയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് സെറ്റ് ടാം നോക്കുന്നുണ്ട്, ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് നോക്കുന്നുണ്ട്, ഇവർ ഐഡിയ നോക്കുന്നുണ്ട്, ചിലപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. ചിലപ്പം ഐ ബിലീവ് ദാറ്റ് പേഴ്സൺ, ഞാൻ ചിലപ്പോൾ പൈസ കൊടുക്കുമായിരിക്കും. പക്ഷേ ആ ബിസിനസ് വർക്കാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഐ ആസ് എൻ ഓൺടർപ്രണർ ദ ലീസ്റ്റ് ഐ ക്യാൻ ഡു ഇസ് എൻ്റെ ഓഡിയൻസ് ആരാണോ, എൻ്റെ കസ്റ്റമേഴ്സ് ആരാണോ, ഞാൻ ആർക്കാണോ ഈ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പോകുന്നത്, അവരുടെ അടുത്ത് പോയിട്ട് ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്നൊരു പ്രോബ്ലം ഇല്ല, ഇന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ പ്രൊഡക്റ്റ് ഞാൻ ഇത്ര രൂപയ്ക്ക് വന്ന് നിങ്ങൾ വാങ്ങിക്കുമോ? ഇഫ് യു ഗെറ്റ് 10 yeses, ഓക്കെ, ദാറ്റ് ഐഡിയ ഇസ് വാലിഡേറ്റഡ്. നിങ്ങൾ ഉള്ള സാധനങ്ങൾ ആ 10 ഐഡിയ വാലിഡേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കെയിലാണ്. ആ സ്കെയിലിനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അഗെയിൻ ഫീച്ചേഴ്സും അതും ഇതും ഫീഡ്ബാക്ക് കൺസിസ്റ്റ് ആയിട്ട് അത് പിന്നെ ഡെവലപ്പ് ചെയ്തോട്ടായിരുന്നു. സോ യുവർ ഫസ്റ്റ് ജോബ് ഇസ് നോട്ട് ടു വാലിഡേറ്റ്, ലൈക്ക് നോട്ട് ടു ഗോ ടു ദ മെൻറ്റേഴ്സ് ആൻഡ് സ്റ്റഫ്. യുവർ ഫസ്റ്റ് ജോബ് ആസ് ഓൺടർപ്രണേഴ്സ് ഇസ് ഗോ ടു ദ കസ്റ്റമേഴ്സ്. ആരാണോ നിങ്ങളുടെ കോർ ആൾക്കാർ ആരാണോ, അത് പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യരുത്. വൈ സേ ദാറ്റ് ഇസ്, ഇപ്പോൾ സേ നാളെ നിങ്ങളൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ്, പോട്ടെ, ഒരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ 12th ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്കൂൾസിൻ്റെ ഡാറ്റ ചിലപ്പോൾ നിങ്ങളൊരു 10,000 കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് 1,00,000 സ്റ്റുഡൻസിൻ്റെ ഡാറ്റ കിട്ടും. നിങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഗോ ഫൈൻഡ് ഓഡിയൻസ് ഫോർ യുവർ പ്രൊഡക്റ്റ്. നിങ്ങളായിട്ട് തന്നെ അത് ജനറേറ്റ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ഐഡിയ എന്ത് ചെയ്യുന്നത്, വാലിഡേറ്റ് ചെയ്യുന്നത്. ആരോ തന്ന അല്ലെങ്കിൽ ChatGPT തന്ന ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ബിസിനസ്സിന് ഡിസിഷൻസ് എടുക്കരുത്, എസ്പെഷ്യലി ദ ഫസ്റ്റ് സ്റ്റേജ്. ഇന്ന് അഗെയിൻ അനദർ തിങ്, ഇനി പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും ഒരു 500 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ക്യാൻവയിൽ ഫ്രീ ആയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാം, ആഡ് റൺ ചെയ്യാം, അത് ചെയ്യാം. ദാറ്റ് ഇസ് വൺ വേ. അനദർ വേ, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. ദിസ് അഗെയിൻ എ ഹാർഡ് കോർ സീക്രട്ട് ആണ്. നിങ്ങൾ സാധനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, റൈറ്റ്, എന്നിട്ട് വെറുതെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് ഐഡിയ വാലിഡേറ്റ് ചെയ്യണം. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ, ജോയിൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഒറ്റ ദിവസം 700 പേരെന്തോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ദാറ്റ് മീൻസ് 700 പേര് 700 ലീഡ് അവിടെ കിട്ടി. ആ ഗ്രൂപ്പിലേക്കാണ് പിച്ച് ചെയ്തത്. ഒരു ആഡ് പോലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് എന്തായി, ഫസ്റ്റ് ബാച്ചിൽ 20 seats അവിടെ കംപ്ലീറ്റഡ് ആയി, റൈറ്റ്. സോ ദാറ്റ് വേ യു വാലിഡേറ്റ്. യു ഡോണ്ട് നീഡ് എ ലോട്ട്. നിങ്ങളുടെ വാട്സപ്പ് എത്ര പേര് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസ് അല്ലെങ്കിൽ വാട്സപ്പ് കോൺടാക്ട്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ മാർക്കറ്റിംഗ് ആൻഡ് റവന്യൂ മേക്കിംഗ് ടൂളാണ് വാട്സപ്പ് സ്റ്റേറ്റസ്, വാട്സപ്പ് മെസ്സേജ് എന്ന് പറയുന്നത്. വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇട്ടാൽ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണക്ട്രി. ഞാൻ കണക്ട്രി സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പോലും അറിയാതെയാണ്. ഐ വോണ്ടഡ് ടു സ്റ്റാർട്ട് എ ബുക്ക് ക്ലബ്. ഞാനും എൻ്റെ ഫ്രണ്ട് അസർ. അപ്പോൾ അസർ വന്നിട്ട് പറഞ്ഞു ബുക്ക് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് യു ലൈക്ക് ഓക്കെ, നമുക്കൊരു 10 പേരെ കിട്ടിയാൽ നന്നായി. വെറുതെ പോയിട്ട് വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇട്ടു. അന്ന് എനിക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇൻസ്റ്റയിലും സ്റ്റോറി ഇട്ടു. പിറ്റേന്ന് രാവിലത്തേക്ക് അറൗണ്ട് 200 people joined. That became കണക്ട്രി. ഇന്ന് അവിടെ ഏകദേശം 1,000-1,500 ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് പെയ്ഡ്, ഇറ്റ്സ് എ ഫ്രീ കമ്മ്യൂണിറ്റി. പക്ഷേ അതവിടെ നടക്കുന്നുണ്ട്, റൈറ്റ്. സോ നമ്മുടെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള
ആരും ലൈക്ക് അത് നമുക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക, ലൈക്ക് എന്താണ്, എങ്ങനെയാണ്, വോട്ട് ഡു യു തിങ്ക്, എനിക്കൊരു അഡ്വൈസ് തരുമോ, ഫീഡ്ബാക്ക് തരുമോ. ഇനി ഇതൊന്നും പറ്റില്ല, സേ ഇറ്റ്സ് എ ഹാർഡ് കോർ ടെക് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൊഡക്റ്റ് ഹണ്ട് പോലത്തെ പ്ലാറ്റ്ഫോംസിലോ റെഡിറ്റിലോ ട്വിറ്ററിലൊക്കെ പോയിട്ട് ആൾക്കാരുടെ അഡ്വൈസ് ചോദിക്കാം. പീപ്പിൾ ടെൽ യു ലൈക്ക് പ്രൊഡക്റ്റ് ഹണ്ടിലൊക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക് പ്രൊഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ബ്രൂട്ടലി നിങ്ങളുടെ ഫീഡ്ബാക്ക് തരും, ഇഫ് ഇറ്റ് വർക്ക്സ് ഓർ നോട്ട്, റൈറ്റ്? സോ ദിസ് ഇസ് ഹൗ ഐ തിങ്ക് ദിസ് ഇസ് ഹൗ യു വാലിഡേറ്റ് ദി ഐഡിയ. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന മെത്തേഡ് വെച്ചാൽ എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങളൊരു 1000 രൂപ സ്പെൻഡ് ചെയ്യും, ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യും, 1000 രൂപ മെറ്റ ആഡ് സ്പെൻഡ് ചെയ്യും, ലീഡ്സ് ജനറേറ്റ് ചെയ്യും, ആൾക്കാരുടെ ചോദിക്കും. ഞങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ലീഡ്സിൽ നിന്ന് ഇല്ലാണ്ടാക്കിയ ഒരുപാട് കോഴ്സസും ഉണ്ട്. വേണ്ട, നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, വെറുതെ ലീഡ്സ് വരും, നിങ്ങളത് വാങ്ങിക്കോ, ഇല്ല ഇത് ആവില്ല. അങ്ങനെ ഞങ്ങൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇട്ട് ഞങ്ങൾ ഇല്ലാണ്ടാക്കിയ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് റീസെൻ്റ്ലി ഒഴിവാക്കിയ പ്രൊഡക്ട്സും ഉണ്ട് കേട്ടോ. അത് പല ആൾക്കാരും അറിയുന്നുണ്ടാവില്ല. അറിഞ്ഞിട്ട് അത് വെരി വൈറലായിട്ട് ഇറക്കിയ, ഐ മീൻ വെരി നല്ല പബ്ലിസിറ്റി കൊടുത്ത് ഇറക്കിയ പ്രൊഡക്ട്സ്, ഞങ്ങൾ വാലിഡേറ്റ് ചെയ്ത് ഇറക്കിയ പ്രൊഡക്ട്സ്, ഇതേപോലെ ഇറക്കിയ പ്രൊഡക്ട്സ് ഞങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ യുവർ ഫസ്റ്റ് ജോബ് ഇസ് ടു ടോക്ക് ടു ദ കസ്റ്റമേഴ്സ്. അത് ചിലപ്പം ഗ്രൗണ്ട് അപ്പ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പം ഫിസിയോതെറാപ്പി ഒരു സാധനം ബിൽഡ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് സംസാരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് സാധനം കിട്ടിയെന്ന് വരില്ല. യു ഗോ ടു ദ കസ്റ്റമേഴ്സ് ലൈക്ക് യുനോ ഹു ആർ ഡൂയിങ് ലൈക്ക് ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർ, ചിലപ്പോൾ യുനോ ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ചിലപ്പോൾ ഹോസ്പിറ്റൽസിൽ പോയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ആൾക്കാർ. ഇപ്പോൾ ഒരു എന്തോ ഹെൽത്തി ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞു, റൈറ്റ്? ഹു ആർ യുവർ കസ്റ്റമേഴ്സ്, ഗോ ആൻഡ് ടോക്ക് ടു ദം. എന്ത് ടൈപ്പ് ഓഫ് ഹെൽത്തി ഡ്രിങ്ക് ചെയ്യുന്നു, റൈറ്റ്? ഇപ്പം നമ്മൾ പ്രൈമും കീറ്റോണിക്കൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ഇന്ത്യയിൽ ഇറക്കുക എന്നുള്ള സാധനം വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ബ്രാൻഡിങ് ചെയ്തൊരു കമ്പനി ഉണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടേക്ക് ദ നെയിം. അവരൊരു $10 million എന്തോ മാർക്കറ്റിംഗ് ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് കേരളത്തിൽ ഇറക്കിയൊരു പ്രൊഡക്റ്റാണ്. അവർ ഇതുവരെ ഇപ്പം ഇല്ല, കൂട്ടിപ്പോയതാണ്. ബട്ട് ഐ എം നോട്ട് മേക്കിംഗ് ഇറ്റ് നെഗറ്റീവ് ആക്കുന്നില്ലേക്കായിട്ടല്ല. യു നീഡ് ടു നോ വോട്ട് യുവർ കസ്റ്റമേഴ്സ് ആർ, എസ്പെഷ്യലി ഇന്ത്യൻ കസ്റ്റമേഴ്സ്. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് സബ്സ്ക്രിപ്ഷൻ വർക്ക് ആവില്ല, എസ്പെഷ്യലി മലയാളി കസ്റ്റമേഴ്സ്. All the subscription models go away. Netflix is struggling big time subscriptions. So how are you going to overcome that, right? I was talking with the same person, a person who is building Canva for India. അത് Canva ഇല്ലേ, Canva is English അല്ലേ? Canva മലയാളത്തിൽ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച ആൾക്കാരുണ്ടോ? ഞാനുണ്ട്. This person, a friend of mine, you can try. ബർഫി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ഇറ്റ്സ് എ ക്യാൻവ ഫോർ ഇന്ത്യ. എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻവയുടെ എല്ലാ ഫീച്ചേഴ്സും അതിലുണ്ട്. ക്യാൻവ ഇസ് 499. ഹീസ് ചാർജിങ് 199. കാരണം എന്താ, ഇന്ത്യൻ ഓഡിയൻസ് 499 കൊടുത്തൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കില്ല. ദേ ട്രൈഡ് സബ്സ്ക്രിപ്ഷൻ, ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഔട്ട്. സോ ദേ ഫിഗറിങ് ഇറ്റ് ഔട്ട്, റൈറ്റ്? സോ ഇത് പ്രൊഡക്റ്റ് ഷിപ്പായി നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി ഫസ്റ്റ് MVP ബിൽഡ് ചെയ്യുക. MVP പറഞ്ഞാൽ അറിയാലോ, മിനിമം വയബിൾ പ്രൊഡക്റ്റ്, റൈറ്റ്? ഈ മിനിമം വയബിൾ പ്രൊഡക്റ്റ് നിങ്ങൾ ഏറ്റവും ലീസ്റ്റ് ഫീച്ചർ ഉള്ള ഒരു സാധനം എടുത്ത് മാർക്കറ്റിൽ പോവുക, എന്നിട്ട് ഫീഡ്ബാക്ക് എടുക്കുക, അത് വെച്ചിട്ട് ബിൽഡ് ചെയ്യാം, റൈറ്റ്? വൺ മോർ എക്സാമ്പിൾ ഐ ഗിവ് യു. ടെൽ മീ ഇഫ് ഐ എം ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം. യു ഹാവ് അനദർ ക്വസ്റ്റ്യൻ. ഞാൻ സംസാരിക്കുകയാണെങ്കിൽ കുറേ സംസാരിക്കും, ഓക്കെ? സോ ദർ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ കോൾഡ് ആസ് ഹവാസ്, റൈറ്റ്? ഹവാസ് ബിൽഡ് ചെയ്യുന്ന കമ്പനിയാണ് ഒപ്പം.me. എത്ര പേര് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് എ മെൻ്റൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ദേ ഡു കൺസൾട്ടേഷൻസ്. ഒപ്പം ഇന്ന് നിങ്ങൾ ഒപ്പം.me എന്ന് പോയിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള വെബ് ആപ്പ് വരും, അല്ലേ? യു നോ ഹൗ ഒപ്പം സ്റ്റാർട്ടഡ്? വാട്സാപ്പിലാണ്. റൺ ആഡ്സ് ടു ദ വാട്സാപ്പിൽ ഒരാൾ മെസ്സേജ് അയക്കുന്നു, സെഷൻ കണ്ടക്ട് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലിപ്പം ദേ ക്യാൻ ഗോ ടു ദ സ്റ്റേറ്റ്, വാലിഡേറ്റ് ആയി, കസ്റ്റമേഴ്സ് വന്നു, ബാക്ക് എൻഡ് വന്നു, ദേ ഗോട്ട് ദ ഐഡിയ ഓഫ് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, അത് വെച്ചിട്ടൊരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ഇപ്പോൾ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇപ്പോൾ അവർ CTO നോക്കുന്നുണ്ട്. സോ ദേ കൻ ബിൽഡ് എ ഫുൾ ഫ്ലെജ്ഡ് ആപ്ലിക്കേഷൻ. ക്ലോസ് ടു 1 year ജേർണിയാണ്. ബട്ട് ഈ 1 year അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ദേ മേക്ക് റവന്യൂ, റൈറ്റ്? ആ റവന്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ദേ ആർ ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ ബിസിനസ്, റൈറ്റ്? സോ യുവർ ജോബ് ഇസ് ടു ഗോ ടു ദ കസ്റ്റമേഴ്സ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇറ്റ് കുഡ് ബി എ റബ്ബിഷ് ഐഡിയ, could be a bloody genius idea, പക്ഷേ your job as a person, especially first time build ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ go to the customers as soon as possible. എത്രത്തോളം മാക്സിമം ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുമോ. ആൻഡ് വെൻ ഐ സേ ഫീഡ്ബാക്ക്, ഇറ്റ് ഇസ് നോട്ട് പോസിറ്റീവ് ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, ഇത് വർക്കാകുന്നുണ്ട്, ഓക്കെ, വർക്കാകാത്തത് എന്താ, ഗെറ്റ് ദാറ്റ്, ബിൽഡ് ഓൺ ദാറ്റ്. ദാറ്റ് ഇസ് വാട്ട് യു നീഡ് ടു ഡു. എനി അതർ ക്വസ്റ്റ്യൻസ്? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ആണോ? ഓക്കെ, ഗ്രേറ്റ്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ കോമ്പറ്റീറ്റീവ് അനാലിറ്റിക്സ് നടത്തിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലിക്കാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന
ആ ഡിസൈൻ സ്കൂൾസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്കൂൾസിനൊക്കെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം കീപ്പ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്, അതോ ജസ്റ്റ് സ്റ്റാർട്ട് പിന്നെ? അല്ല, വി ഡിൻ ഡു കോമ്പറ്റീവ് അനാലിസിസ്. ഇന്നും ഞങ്ങൾ കോമ്പറ്റീവ് അനാലിസിസ് ചെയ്യാറില്ല. വി ഡു കോമ്പറ്റീവ് അനാലിസിസ് ഫോർ വൺ റീസൺ, ടു അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൈസിങ്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള എടുത്തൊരു തീരുമാനമാണ്, മാർക്കറ്റിലാണ് 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളത് 12 രൂപയ്ക്ക് കൊടുക്കുള്ളൂ. ഇഫ് എനിബഡി ഈസ് സെല്ലിംഗ് ഫോർ 10 രൂപ, വിൽ പൊസിഷൻ ആസ് പ്രീമിയം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എല്ലാവരും എന്താ പ്രൈസ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർ അനാലിസിസ് ചെയ്യും. പക്ഷേ ബിയോണ്ട് ദാറ്റ് വി ഡിൻ ഡു കോമ്പറ്റീവ് അനാലിസിസ്. ഇന്നും നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഇന്നത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സംഭവം ചെയ്യുന്നില്ല. പക്ഷേ വാട്ട് വി ഡു ഇസ് വി ടേക്ക് എ ലോട്ട് ഓഫ് റെഫറൻസസ്. നമുക്ക് റെഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഐ ഗിവ് എ സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പോൾ ഏജൻസി ഐ ടേക്ക്, റൈറ്റ്? ഏജൻസിക്ക് ഇപ്പോൾ കാലിക്കറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ ബിസിനസ് പാർക്ക് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിനിമം 50 ഏജൻസി കാണാൻ പറ്റും, മാർക്കറ്റിംഗ് ഏജൻസി, റൈറ്റ്? പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങളുടെ സ്പേസിലോ കമ്പനീൻ്റെ എവിടെ വെച്ചിട്ടായിട്ടോ ആരും മറ്റൊരു കമ്പനീനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അൺലെസ് അബൌട്ട് സേ ഷെബാങ് ഓർ സേ കിന്നെറ്റ് ഓർ സേ ഒഗിൽവി ഒക്കെ പോലുള്ള കമ്പനികളെ കുറിച്ച് നമ്മൾ സംസാരിക്കും, റെഫറൻസ് എടുക്കും. റീസൺ വൈ, ഇപ്പോൾ ഞങ്ങൾ 5 വർഷം കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഏജൻസി ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. 5 വർഷത്തിൽ ഇപ്പം വി ഹാവ് ക്ലയൻസ് ഫ്രം ക്ലോസ് ടു 5-6 കോണ്ടിനെൻറ്റ്സ്, അറൗണ്ട് 110 മെമ്പർ ടീമാണ്. പ്ലസ് വി വർക്ക് വിത്ത് ക്ലോസ് ടു 130 പ്രൊജക്ട്സ് എന്തോ ക്ലയൻസിനോട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതാണ് മൊത്തത്തിലേക്കായിട്ട് സംഭവം വരുന്നത്. ഹൗ ഡി ദാറ്റ് ഹാപ്പൻ? അപ്പോൾ ഞങ്ങൾ തന്നെ ഡേ 1 ലൈക്ക് ലെവൽ 0 തൊട്ട് ഫിഗർ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റെഡ് വാട്ട് വി ഡിഡ് ഇസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വി ഹാഡ് പോയിന്റ്. ഇപ്പോൾ ഷെബാങ് 12 കൊല്ലമായിട്ട് എന്തോ ഇന്ത്യയിലുള്ള ഏജൻസിയാണ്. ദേ ഹാവ് 1200 മെമ്പർ ടീം, 200 CR ആനുവൽ റവന്യൂ. ദേ വർക്ക് വിത്ത് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദ ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. ഞങ്ങൾ എന്ത് ചെയ്തു, ഷെബാങ്ങിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ വി ഹാവ് എ കണക്ട്. എൻ്റെ ഇടയ്ക്ക് ഐ തിങ്ക് 2 years ബാക്ക് വി വെൻറ്റ് ടു മുംബൈ. മെസ്സേജ് അയച്ചു, കാണാൻ പറ്റുമോ? മുംബൈ പോയി ഷെബാങ്ങിൻ്റെ അടുത്ത് പോയിട്ട് വെച്ചു, എങ്ങനെ നിങ്ങൾ കമ്പനി ബിൽഡ് ചെയ്ത് എന്താ ചെയ്ത്, അതായത് വാട്ട് മിസ്റ്റേക്സ് ഓൾ ഓഫ് ദാറ്റ് വി ലേൺ ഫ്രം ദം. അവരെ റെഫറൻസ് ആയിട്ട് വെക്കുകയാണ്, ഷെബാങ് എന്നത് ചെയ്യുന്നുണ്ട്, വാട്ട് വി ഡു ദാറ്റ്. കോമ്പറ്റീറ്റർ അനാലിസിസ് ഇല്ല. അതായത് നമ്മളിവിടെ കടന്നിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഒരേ സംഭവം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അതേ മൈൻഡ് സെറ്റിൽ അതേ വേവ് ലെങ്ത്തിൽ നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മൾ അത് സോൾവ് ചെയ്യുക എന്നുള്ള സാധനം അവിടെ വരുള്ളൂ. കോമ്പറ്റീറ്റേഴ്സ് നാളെ വരും, മറ്റന്നാളത് ചിലപ്പം ചില ആൾക്കാർ പോവും, ചില ആൾക്കാർ പേഴ്സിസ്റ്റ് ചെയ്യും, ഒക്കെ ഉണ്ടോ. എന്നാൽ ഐഡിയലി വാട്ട് യു ഷുഡ് ഡു, ഐ തിങ്ക് യു ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് റെഫറൻസസ്. എന്നാൽ ഒരു പോയിന്റ് വേർ യു നോ ക്ലിയർലി എനിക്ക് ഇവിടെ എത്തണം, അവരതെങ്ങനെ ചെയ്തേ, ഞാനിങ്ങനെ ചെയ്യാം, അവരിത് ചെയ്തിട്ടുണ്ട് ഞാനത് ചെയ്യാം, ഐ മൈ ഡു ഇറ്റ് ദിസ് വേ, അങ്ങനെ ചെയ്യാം. സോ ദാറ്റ് നിങ്ങളുടെ ഈ ലേണിംഗ് കർവ് ഒരുപാട് കുറയാണ്, മിസ്റ്റേക്സ് ഒരുപാട് കുറയാണ്, നിങ്ങൾ അവരിൽ നിന്ന് പഠിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ഓൾസോ ടു ലുക്ക് അറ്റ്, യു ഹാവ് സംതിങ് ടു ലുക്ക് ആഫ്റ്റർ. നമുക്ക് അറിയാം, നമ്മൾ ക്ലിയർ ആണ് നമുക്ക് എവിടെ എത്തണ്ടേ എന്നുള്ള സാധനം. അതല്ലാതെ വി ഡോണ്ട് ലുക്ക് അറ്റ് കോമ്പറ്റീറ്റേഴ്സ്. ഇന്നും ചെയ്യാറില്ല, അന്നും ചെയ്തിട്ടില്ല. വി വർ വെരി ക്ലിയർ, ലൈക്ക് ഇന്നും വെരി ക്ലിയർ ആണ് എന്താവണം എന്നുള്ള സാധനം, അന്നും ക്ലിയർ ആണ് എന്താവണം എന്നുള്ള സാധനം. പക്ഷെ അന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ റെഫറൻസ് അല്ലെങ്കിൽ വിഷൻ കുറച്ച് സ്മോളർ ആയിരുന്നു. ഇന്ന് കുറച്ചും കൂടെ ബ്രോഡറാണ്. കാരണം നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു അക്കാദമി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നിന്ന് ഞങ്ങളൊരു അക്കാദമി അല്ല. ഞാൻ മിനിയാന്ന് അയച്ച മെയിലാണ്, ദ വേർഡ് അക്കാദമി ഈസ് ബാൻഡ് ഫ്രം ഹാക്ക. വി ആർ ആൻ ഇക്കോ സിസ്റ്റം. ആൻഡ് ഇക്കോ സിസ്റ്റത്തിൽ ഇപ്പം കറൻ്റ്ലി 4 എൻറ്റിറ്റീസാണ് വരുന്നത്: മാർക്കറ്റിംഗ്, ഡിസൈൻ, ടെക് ആൻഡ് ഫിനാൻസ്. ആൻഡ് മേ ബി ഇതിൽ കുറേ കൂടെ വെർട്ടിക്കൽസ് വരാം, റൈറ്റ്? സോ വി ബിൽഡിംഗ് ദാറ്റ് എൻറ്റയർ ഇക്കോ സിസ്റ്റം വെയർ എവറിത്തിങ് കോ എക്സിസ്റ്റ് ടുഗെദർ. സോ ഇപ്പം ആ ബേസ് ചെയ്തിട്ടുള്ള റെഫറൻസസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതാണ് നമ്മൾ നോക്കിക്കാണുന്ന സാധനം. ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിൽ വി ആർ നോട്ട് മച്ച് ബോതേർഡ്. ആക്ച്വലി ഞാൻ നന്ദി പറഞ്ഞോണ്ട് തുടങ്ങാം. നിങ്ങളെ ഒരു ദ റൈറ്റ് വേ ടു ക്വിറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഈ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്, അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിലാണ് കണ്ടത്. എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഫുൾ ടൈം സ്റ്റാർട്ടപ്പിലേക്ക് നിൽക്കാന്നുള്ള തീരുമാനം വന്നതന്നെ അതിന് ഇൻസ്പയർഡ് ആയിട്ടാണ്. കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇതൊക്കെ ഒരു കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊരു കോൺഫിഡൻസ് കിട്ടി ഡിസിഷൻ എടുക്കുകയും. അപ്പോൾ അതിൽ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് മൾട്ടി പൊട്ടൻഷ്യലേക്ക്. അത് മൾട്ടി പൊട്ടൻഷ്യലേക്ക് ആയി നിങ്ങൾ മനസ്സിലാക്കി സൈക്കോളജിസ്റ്റിൻ്റെ അറിയാൻ പറ്റും. അതെങ്ങനെ ഉണ്ടാവാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ഐ തിങ്ക്
നമ്മളെല്ലാവരും മൾട്ടി പൊട്ടൻഷ്യലേറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എല്ലാ ആൾക്കാരും തിരിച്ചറിയലില്ല. അതായത് കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഐ വാസ് വെരി ഫോർച്ചുനേറ്റ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ദാറ്റ് എൻ്റെ പാരൻസ് എന്നെ ഒരിക്കലും നീ ഇങ്ങനെ അങ്ങനെ ഒന്നിട്ടായിട്ട് വളർത്തിയിട്ടില്ല. ഐ ഹാഡ് ദ ടോട്ടൽ ഫ്രീഡം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പാരൻസ് ഒരു സംഭവം പോയി ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇത് ചെയ്യ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവരതൊന്നും പറയലില്ല. ഐ എം വെരി ഷുവർ അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഉപ്പാപ്പയും ഉമ്മാമയും ആമയും എല്ലാവരും അടക്കം അഭിപ്രായം പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ലൈഫ് വന്നിട്ടുണ്ടാവുക. എന്നാൽ ഐ വാസ് ഫോർച്ചുനേറ്റ്. ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ സംഹൗ ഐ ഹാഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. സോ ഓരോ പോയിന്റ് ഓഫ് ലൈഫിലും ഓരോ ഇഷ്ടങ്ങളും ഓരോ സാധനങ്ങളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഐ തിങ്ക് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 12th ഒക്കെ എത്തുമ്പോഴേക്ക് ഐ ഹാഡ് ട്രൈഡ് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് തിങ്സ്. ആർട്സിലായാലും സ്പോർട്സിലായാലും പേഴ്സണലി ആയാലും പ്രൊഫഷണലി ആയാലും ഐ ഹാഡ് ട്രൈ ഡിഫറെൻറ്റ് തിങ്സ്. പിന്നെ ഐ തിങ്ക് ആ ഒരു ഇതിൽ വന്നുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോഴേക്ക് ഐ വാസ് വെരി മെച്ചുവേർഡ്. ഐ യൂസ് ടു തിങ്ക് എനിക്ക് ഓൾറെഡി വയസ്സായി. ഇന്നും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് എനിക്ക് പ്രായത്തിലധികം വയസ്സായതായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട്. അത് മെച്ചുവേർഡായിട്ട് എനിക്ക് ഫീൽ ആവാറുണ്ട്. കാരണം പല സാധനങ്ങളും അതായത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക. ആൻഡ് ഐ യൂസ് ടു ഫീൽ വെരി ഇൻസെക്യൂർ അബൌട്ട് ദാറ്റ് അൺടിൽ ഐ ബിക്കം എ ഫുൾ ടൈം ഓൺട്രപ്രണർ. കാരണം ദാറ്റ് വാസ് എ ഹയസ്റ്റ് ലെവറേജ് ഫോർ മീ. കാരണം എനിക്കത് ഓൾറെഡി ചെയ്തിട്ട് ഞാനുണ്ടാക്കിയ മിസ്റ്റേക്സ് തന്നെ കറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേണം. അപ്പോൾ ദാറ്റ് ഗെയിം മി എ ലോട്ട് മോർ റിയലൈസേഷൻസ് അബൌട്ട് ദ വേൾഡ്. ആൻഡ് ഒരു പോയിന്റിൽ യുനോ ഫോർ എ ലോട്ട് ഓഫ് ടൈം എൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു എന്ന് പറയുന്ന ആൾ തന്നെ ഞാൻ തന്നെയായിരുന്നു. അതായത് എനിക്ക് ഒരു സാധനം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെ അത് റെഡിയാവും. കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ എനിക്കത് പറ്റണില്ല, ബോറടിക്കുക. അത് നമ്മളെ ജനറേഷൻ്റെ ഒരു സാധനമാണ്. അത് നമുക്ക് വി ആർ കോൾഡ് ആസ് എ ജംപ് ഹോപ്പ് സ്കിപ്പ് ജംപ് ജനറേഷൻ. ഹോപ്പ് ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ തുള്ള, സ്കിപ്പ് അവിടെ നിന്ന് ചെറുങ്ങനെ തുള്ള, പിന്നെ അവിടെ ഒറ്റ ചാട്ടം ചാടണം. റൈറ്റ്, നമുക്കൊരു സാധനം കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞാൽ നാളെ മില്യണർ അറ്റ് 21. അതാണ് നമ്മുടെ മൂഡ്. റൈറ്റ്. സോ എന്നെ കൊണ്ട് പറ്റും. അതായത് ഐ യൂസ് ടു സ്റ്റാർട്ട് എ ലോട്ട് ഓഫ് തിങ്സ്, ക്വിറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒരു പോയിന്റിൽ ഐ വാസ് ഫെഡ് അപ്പ്. ലൈക്ക് ഡൺ. എന്നെ കൊണ്ട് അമ്മ വേസ്റ്റ് നടക്കണില്ല. കാരണം ഞാനൊന്നും തുടങ്ങണില്ല, അത് നിർത്താണ്. ടിൽ ഒരു പോയിന്റ് ഐ സ്റ്റാർട്ടഡ് പോഡ്കാസ്റ്റിംഗ് ബിക്കോസ് ഓഫ് സോ മെനി പേഴ്സണൽ റീസൺസ്. ഒരൊറ്റ റീസൺ കൊണ്ടാണ്. ദ വൈ ബിഹൈൻഡ് പോഡ്കാസ്റ്റേഴ്സ് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഒരു നിർത്താണ്ട് ചെയ്യണം. ആ ഒരു റീസണിലാണ് ഞാൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യണം. നോട്ട് ടു ഡു എനിത്തിങ് എൽസ്, ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിംഗ്. അതിന് വേണ്ടി മാത്രം. ഐ ലവ് ദാറ്റ് പ്രോസസ്. ഐ സ്റ്റാർട്ടഡ് ഇറ്റ്, കണ്ടിന്യൂഡ് ഇറ്റ്. ആൻഡ് ഒരു ഡിസ്കഷനിൽ ഹഷ്ബത്ത, ഹാഷ്ടാഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹഷ്ബത്ത, ഷീ ടോൾഡ് എടാ ഒരു മൾട്ടി പൊട്ടൻഷ്യൽ ഒരു ടേം ഉണ്ട്. ദാറ്റ് വാസ് ലൈക്ക് എ റെവലേഷൻ ഫോർ മീ. ലൈക്ക് യുനോ ഓഫ് ഇങ്ങനെ ഫുൾ ഇത് പോയില്ലേ, ഓ എൻ്റെ പ്രശ്നമല്ല, എൻ്റെ ഇതാണ് പ്രശ്നം. എനിവേ സ്റ്റാർട്ടഡ് യുനോ ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്നുള്ളത്, ഇതൊരു പ്രശ്നമല്ല എന്നുള്ളതിലേക്കായിട്ട് മാറി. ആൻഡ് ഫ്രം ദെൻ ഐ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് മൈസെൽഫ്. ലൈക്ക് യുനോ ഇറ്റ്സ് ഓക്കെ ടു സ്റ്റാർട്ട്, ക്വിറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് ഒരിക്കലും പോലും ഞാനൊരു ഡെഡ് എൻഡിൽ എത്താതെ ക്വിറ്റ് ചെയ്തിട്ടില്ല. ഐ വാസ് എറ്റ് എ ഡെഡ് എൻഡ്. അത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുണ്ടാവുക. പക്ഷെ നമ്മളൊരു സ്ഥലത്ത്, അത് ഞങ്ങൾ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫീൽ ചെയ്യപ്പോഴും നമ്മളൊരു കൈ എടുത്തിട്ട് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് കൈ നോക്കിക്കഴിഞ്ഞാൽ കൈ മാത്രമാണ് പറ്റുള്ളൂ, ബാക്കിയൊക്കെ ബ്ലേഡാണ്. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. റൈറ്റ്, യു കീപ്പ് യുവർ ഹാൻഡ് ഹിയർ, ഫുൾ ബ്ലേഡാണ്. എന്നാൽ ദൂരം നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുഖത്തൊരു കൈ വെച്ചിട്ട് നിൽക്കണം മാത്രമാണ്. അല്ലേ? നമ്മളൊരു ഡെഡ് എൻഡിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ബ്ലോക്ക് വന്നിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളും ഫീൽ ചെയ്യുന്നതാണ്, അതായത് കഴിഞ്ഞ് നമ്മളെ മുന്നിൽ വേറൊന്നും കാണാനില്ല, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്ലഡ്. പുറത്തൊന്നും മാറി നിന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ദർ ഈസ് മച്ച് മോർ പെർസ്പെക്റ്റീവ് അറൗണ്ട് ദാറ്റ്. റൈറ്റ്, ഐ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഇൻ ടു ദാറ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് ഇറ്റ് ചേഞ്ച് ഡിഫറെൻ്റ്ലി. അല്ലാതെ ദാറ്റ് വാസ് മൈ ബിഗ്ഗസ്റ്റ് ലെവറേജ് സ്റ്റിൽ. ഇപ്പോൾ ഞാൻ ഐ തിങ്ക് ബൈജൂസിലുള്ള സമയത്താണെന്നുണ്ടെങ്കിലും 3 വർഷത്തിനിടയിൽ എനിക്ക് 8 പ്രൊമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ 8 പ്രൊമോഷനും 8 ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ്, ഡിഫറെൻറ്റ് ഏരിയാസിലാണ്. ഒരിക്കലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ടില്ല. ആൻഡ് എവറി ടൈം ഐ ഹാഡ് എ ന്യൂ റോൾ ടു ട്രൈ, ഐ ഹാഡ് ട്രൈഡ്. ഐ ഹവ് ബീൻ ഇൻ ടു സെയിൽസ്, പ്രൊഡക്റ്റ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ടെക്, പോസ്റ്റ് സെയിൽസ്, പ്രീ സെയിൽസ്, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഐ ട്രൈഡ് എവറി വേ പോസിബിൾ. ആൻഡ് ഇന്ന് ഹാക്കാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്തൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് മൈ ബിഗ്ഗസ്റ്റ് ലെവറേജ്. കാരണം എനിക്ക് എൻഡ് ടു എൻഡ് ആയിട്ട് ആ സ്വീറ്റ് അറിയാം. ഐ എം നോട്ട് എ സെയിൽസ്മാൻ അലോൺ അല്ല.
I'm a manager, a product manager ആണ് ഞാൻ ഓപ്പറേഷൻസിൽ നിന്നിട്ടുണ്ട്. സോ ദാറ്റ് അൾട്ടിമേറ്റ്ലി ടോട്ട് മീ ദാറ്റ് ഓക്കെ ഒരിക്കലും ഇന്നും ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അതായത് ഇന്നും ഐ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ ഓരോ ക്വാർട്ടറിൽ എനിക്ക് ഓരോ പ്രയോറിറ്റിയാണ് ഇപ്പോഴും ഹാക്കിയിൽ. ഇപ്പം കഴിഞ്ഞ ക്വാർട്ടറിൽ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്വാർട്ടറിൽ മാർക്കറ്റിംഗ് ആണ്. സോ എവറി ക്വാർട്ടർ ഐ എം ട്രൈങ് ടു എക്സ്പ്ലോർ ന്യൂ തിങ്സ്. കാരണം നമുക്കും ബോറടിക്കുന്നില്ല, പിന്നെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ആൻഡ് വി ആർ ഓൾസോ ഏബിൾ ടു കോൺട്രിബ്യൂട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പം എൻ്റെ കമ്പനി പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്താണോ ഫീൽ ചെയ്യുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഐ എം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ നാളെ എനിക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് അയാൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെയിൽസ് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് വെയർ ദ മോസ്റ്റ് റെസിഗ്നേഷൻസ് ഹാപ്പൻ അല്ലേ. അതായത് അട്രീഷൻ വളരെ കുറവാണ് സെയിൽസിൽ. എന്നാൽ ഹാക്കിനെ സംബന്ധിച്ചിടത്തോളം അട്രീഷൻ ഭയങ്കര ഹൈ ആണ് സെയിൽസിൽ. അതായത് പീപ്പിൾ ഡോണ്ട് ലീവ്. ഇന്നും ഞങ്ങളുടെ സെയിൽസ് ടീം ക്ലോസ് ടു 37 അങ്ങനെ എന്തോ ലൈക്ക് കറൻ്റ്ലി മൊത്തം എൻ്റെ സെയിൽസ് ടീം ഉണ്ട്. അതിലൊരു പകുതിയിലധികം ആൾക്കാരും ഒരു വർഷത്തിന് മേലായിട്ട് അവിടെയുള്ള ആൾക്കാരാണ്, വിച്ച് ഇസ് വെരി ഹൈ ഇൻ സെയിൽസ് ടീം, റൈറ്റ്? സോ സെയിം ഇപ്പോൾ ഹാക്ക 3 വർഷമാണ് ആയിട്ടുള്ള ടോട്ടൽ. അവിടെ എൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട്. സോ ദാറ്റ് വേ വെൻ ഐ എം able to understand different perspectives, I'm able to contribute in different ways which no one else can. I'm not limiting myself to any labels. I might be a CEO, but I'm not limited on base of that name. Anganalla, I want to be everywhere. I want to understand everything. That is my biggest superpower. ജേർണി എന്തായാലും ഇൻസ്പയർ ആയിരുന്നു. മൾട്ടി കോട്ടൻസിലേക്ക് വയറ് കണക്ട് ചെയ്യാനൊക്കെ പറ്റി. അതാണ് ഐ എം വെരി ഷുവർ. ലൈക്ക് ഇപ്പം ഒരു ഓണ്ടർപ്രണർ എടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് എവറി ഓൺട്രപ്രണർ ഇസ് എ മൾട്ടി പൊട്ടൻഷ്യലേറ്റ് ആണ്, അല്ലെങ്കിൽ ആവണം. കാരണം ഐ റിമെമ്പർ ഹാക്ക് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അക്കൗണ്ടൻറ്റ് ഞാനാണ്, സോഷ്യൽ മീഡിയ ഞാനാണ്, എഡിറ്റർ ഞാനാണ്, ഡിസൈനർ ഞാനാണ്, ഓപ്പറേഷൻസ് ഞാനാണ്, എവറിത്തിങ് ഈസ് ഞാൻ ഹാദി, റൈറ്റ്? ഇറ്റ് ജസ്റ്റ് 2 of us ടിൽ 6 months. 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ 6 മാസം ഈ പറഞ്ഞ പോലെ ഒരു പൈലറ്റായിരുന്നു, റൈറ്റ്? വി വർ ട്രൈങ് ഡിഫറെൻറ്റ് തിങ്സ് ഔട്ട്. എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്. 6 മാസം കഴിഞ്ഞിട്ടാണ് വി അണ്ടർസ്റ്റുഡ് ഓക്കെ ഫസ്റ്റ് ഏരിയ ടു ഫിക്സസ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യും. 2 പേരെ ഹയർ ചെയ്ത് അവിടെ ഇട്ടു. അതെന്ത് ചെയ്തു? ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓരോ എഡിറ്റർ വേണ്ടിയിട്ട് ഒരാൾ കുറേ ടൈം പോകണ്ടേ, എഡിറ്ററിന് വേണ്ടിയിട്ട് ഒരാളോട് കൊണ്ടുപോകും. സോ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ചെയ്യാണ്. നാളെ അത് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിലും യു നീഡ് ടു നോ വാട്ട് എൻ എഡിറ്റർ ഡസ്. ഒരാൾ എഡിറ്റ് ചെയ്യുമ്പോൾ അയാൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഐ ഷെയർ എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഹാരിസ് SEOക്ക് വേണ്ടിയിട്ടായിട്ട് ഒരാളെ ഏജൻസിയിലോട്ട് ഹയർ ചെയ്തു. ആളിപ്പോൾ ചോദിക്കുമ്പോൾ ചെയ്യേണ്ട എന്നുള്ളതായി. 6 മാസം കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് പോയി, ഫുള്ള് സീനായിട്ട് പോയി. അപ്പോൾ എന്താ ഒരാളെ ചോദിക്കാൻ നോക്കുമ്പോഴാണ് ഇയാളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് SEO അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. സോ വി ഹാഡ് ടു ലേൺ, ഗെറ്റ് സമൺ ഹൂ നോ, റൈറ്റ്? സോ ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് പുട്ട് യുവർ സെൽഫ് ത്രൂ എക്സ്പീരിയൻസസ് വെർ യു ക്യാൻ ലേൺ. അത് യു മൈറ്റ് ഫെയിൽ, യു മൈറ്റ് വിൻ, യു മൈറ്റ് ക്വിറ്റ് ഇൻ ദ മിഡിൽ. നിങ്ങൾക്കറിയില്ല വിന്നാണോ ഫെയിലാണോ ഒന്നും അറിയില്ല. ദാറ്റ് ഹാപ്പൻസ്, ബട്ട് that's the best way to learn. What you're doing here, ultimately you're putting yourself through every day to experience something as a from your own applications. That is the best way of learning. ടെക്നിക്സ് മെന്റർഷിപ്പ് കൊടുത്തവരെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അതിൽ ബിഗിനിങ് സ്റ്റേജിലൊക്കെ കോമൺ ആയിട്ട് ഓവർ കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം ഐ എം വെരി ഷുവർ നിങ്ങൾ വെൻ യു ബിൽഡിങ് എ കമ്പനി ദർ കം എ പോയിന്റ് വെയർ യു നീഡ് ക്യാപിറ്റൽ. നിങ്ങൾ ചിലപ്പം യു മൈറ്റ് ഗോ ടേക്ക് എ ലോൺ, യു മൈറ്റ് ഗോ റേസ് ഫണ്ട്സ്, ചിലപ്പോൾ എക്വിറ്റി നിങ്ങൾ കൊടുക്കും, ചിലപ്പോൾ ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ആൻഡ് എവ്രിബഡി അത് ഇപ്പോൾ ഒരു ലോണായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞിടത്ത് ചിലപ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളടുത്ത് സംസാരിച്ച ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ ലോൺ കിട്ടാം. ചിലപ്പം നോട്ട് ഫോർ എക്വിറ്റി, ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഷെയറിംഗ് മോഡൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫണ്ടൊക്കെ വരാം. പക്ഷേ എവ്രിബഡി ഇൻവെസ്റ്റ് ഓൺ യു. അപ്പോൾ അതിനെന്ത് ചെയ്യും? ആസ് എൻ ഓണ്ടർപ്രണർ നോക്കുമ്പം വി നീഡ് ടു ബി ദിസ് എന്താ പറയുക മാച്ചോ മാൻ, ദിസ് മാൻലി സാധനമാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആവണം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആം എ ബോസ് ലേഡി സാധനമൊക്കെ വേണമെന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ. എന്നാൽ ദാറ്റ് റീച്ചസ് എ പോയിന്റ് നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ഈ വാലിഡേഷൻസ് കിട്ടുമ്പം, നമുക്ക് ഈ അപ്രീസിയേഷൻസ് വരുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു സാധനം റൈറ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് ഫീൽ ആകുന്ന സമയത്ത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ച് വരാനുണ്ട്. ഓക്കെ, സംഭവം നടക്കുന്നുണ്ട്, നമ്മൾ ഓണ്ടർപ്രണർ നൗ, നമ്മൾ ഹൈ ബിസിനസ് നൗ, എനിക്ക് 2-3 ടീമുണ്ട്, ഐ എം ദ ബോസ്. അവിടെ ഒരു ചേഞ്ച് വരാനുണ്ട്. ആൻഡ് ദാറ്റ് കിൽസ് ദ കമ്പനി എ ലോട്ട് ഓഫ് ടൈംസ്.
This is one. Second thing, I think decision making ആണ് രണ്ടാമത്തെ. When I say decision making, faster decision making ആണ്. അതായത് we overthink a lot. Like we have a lot to lose, right? So that is also like we are very fast. Even still today, we are very fast at making decisions. നിങ്ങളുടെ ഗട്ട്സ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റിങ്സിനെ ഫോളോ ചെയ്യുക, ആൻഡ് അത് ഡാറ്റ വെച്ചിട്ട് ഇൻസ്റ്റിങ്സിനെ ഡാറ്റ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റനെ ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിങ്സ് കൊണ്ടുവരിക എന്നുള്ളതല്ല, ഇൻസ്റ്റിങ്സിനെ ഡാറ്റ വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടേക്ക് ഫാസ്റ്റർ ഡിസിഷൻസ്. അതായത് ഒരു ആവറേജ് കമ്പനിയും ഒരു വെരി ഫാസ്റ്റ് ഗ്രോയിങ് കമ്പനി തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസിഷൻസ് ആണ്. ഒരു ആവറേജ് കമ്പനി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരാഴ്ച 10 ദിവസം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഹൈ പെർഫോമിംഗ് കമ്പനി ചിലപ്പം എല്ലാ ദിവസവും ഒരു ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവും. ആൻഡ് ദേ മൈറ്റ് ബി മേക്കിംഗ് ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്, ബട്ട് സ്റ്റിൽ ഒരു മാസം ഒരു 4-5 നല്ല ഡിസിഷൻസ് എടുക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് ഒരു മാസം ഒരു 10-9 ഡിസിഷൻ എടുത്തിട്ട് ലെവൽ 10 ഫെയിലാണ്. യു മൈറ്റ് ബി ഫാർ അഹെഡ്, റൈറ്റ്? സോ ടേക്ക് ഫാസ്റ്റർ ഡിസിഷൻസ്, ഗെറ്റ് ഫാസ്റ്റർ ഫീഡ്ബാക്സ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഫെയിൽ ഫാസ്റ്റ്, ഫെയിൽ ബെറ്റർ, റൈറ്റ്? സെയിം. That is one thing, especially first time founders. So co-founders മീൻസ് രണ്ടുപേർ തുടങ്ങുന്ന എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക, അതിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ബിസിനസ്സസ് എൻറ്റയർലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സസ് പൂട്ടിപ്പോകാൻ വേണ്ടിയിട്ടായിട്ടുള്ള നമ്പർ 1 റീസൺ എന്താ അറിയോ? co-founder കോൺഫ്ലിക്റ്റ് ആണ്. അറൗണ്ട് ഐ തിങ്ക് ക്ലോസ് ടു 70% അങ്ങനെ എന്തോ ആണ് ഡാറ്റ പറയുകയാണെന്നുണ്ടെങ്കിൽ co-founder conflicts ആണ്. How to make it work? Answer one word ആണ്, പക്ഷേ it's not easy, right? One word answer is communication. Okay. ഞാനും ഇതെൻ്റെ 9ാമത്തെ ബിസിനസ്സാണ്. ഹാരിസിൻ്റെ 15 or 17 ബിസിനസ്സാണ്. ഹാരിസിൻ്റെ അടുത്ത് വെച്ചാൽ ഹാരിസ് പറയും why all those businesses failed? Co-founders. എന്നടുത്ത് വെച്ചാൽ ഞാനും പറയും why all those businesses failed? Co-founders. ഹാരിസിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് what worked out was what didn't work out before. That was 8 എണ്ണം. അതായത് ഇതിന് മുന്നേ ആൾക്കാരടുത്ത് വർക്ക് ചെയ്ത് പറ്റിപ്പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എനിക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്തെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരുന്നു. അതേപോലെ എനിക്കും, റൈറ്റ്? ഇന്നും വി ആർ ഇൻവോൾവ് എക്സ്ക്ലൂസീവ്ലി ഇൻ ടു ഡിഫറെൻറ്റ് തിങ്സ്. അതായത് ഞാനൊരു ഡിസിഷൻ എടുത്താൽ അല്ലെങ്കിൽ ഞാനൊരു സംഭവം എടുത്താൽ ഹാരിസ് ബാക്സ് മീ അപ്പ്. ഹാരിസ് ഒരു ഡിസിഷൻ എടുത്താൽ ഐ ബാക്ക് ഹിം അപ്പ്. ഐ ട്രസ്റ്റ് ഹിം. ലൈക്ക് ബ്ലൈൻഡ് ട്രസ്റ്റാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാൽ ദാറ്റ് ഹാപ്പൻസ് ബിക്കോസ് ദർ ഇസ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഞങ്ങൾ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും ഞങ്ങൾ സംസാരിക്കും. വി ടോക്ക്. ഇപ്പം ഒരു സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും എടാ ഞങ്ങൾ ചെയ്തിനെ ബാക്കിനെ ഓക്കെയാണ്. ആൻഡ് ഈവൻ ഇഫ് സംതിങ് ഗോസ് റോങ്, if he did something wrong, I take the responsibility. If I did something wrong, he takes the responsibility. There is no blame. Touch wood, ഇതുവരെ ഞാൻ ഓനെ ബ്ലെയിം ചെയ്യേണ്ടോ ഓൻ എന്നെ ബ്ലെയിം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. There have been countless situations where we have done utter mistakes, പക്ഷേ we were there for each other. And that was pure communication. അല്ലാതെ വേറെ സംഭവമില്ല. And say the easiest thing that you can do and the best thing that you can do is whatever it is, even if you have friends, family, ഇനി ഉപ്പാണെന്നുണ്ടെങ്കിൽ പോലും make it documented. Whatever it is, എഴുതുക, അറ്റ്ലീസ്റ്റ് ഒരു മെയിലായിട്ടെങ്കിലും അയക്കുക, അവിടെ വെക്കുക. നോട്ട് ബിക്കോസ് യു ഡോണ്ട് ട്രസ്റ്റ് എനിബഡി, അല്ല, ബിക്കോസ് നാളെ ഈ ട്രസ്റ്റ് ബ്രേക്ക് ആവാതിരിക്കുകയാണ്. റൈറ്റ്? സോ കീപ് എവറിത്തിങ് ഡോക്യുമെൻറ്റഡ്, കീപ് എവറിത്തിങ് വെരി ക്ലിയർ, ക്രിസ്പ്, ട്രാൻസ്പാരൻറ്റ്, ആൻഡ് ബി ഫ്രണ്ട്സ്, നോട്ട് പാർട്ട്നേഴ്സ്. പിന്നെ നിങ്ങളുടെ JDക്ക് ഓക്കെ ഇതെൻ്റെ ജോലിയാണ്, ഇത് അവൻ്റെ ജോലിയാണ്, ആ രീതിക്ക് നോക്കരുത്. നിങ്ങളൊരു ടീമാണ്, ആൻഡ് ടീം സ്റ്റാൻഡ്സ് ഫോർ ഈച്ച് അതർ. ഐ ഓൾവേസ് ലൈക്ക് ദി എക്സാമ്പിൾസ് ഓഫ് കോഹ്ലി ആൻഡ് രോഹിത്. കോഹ്ലി പെർഫോം ചെയ്തപ്പോൾ രോഹിത് സപ്പോർട്ട് ചെയ്യും, രോഹിത് സപ്പോർട്ട് ചെയ്തപ്പോൾ കോഹ്ലി സപ്പോർട്ട് ചെയ്യും. കോഹ്ലി വാസ് നോട്ട് ഈവൻ ദ ക്യാപ്റ്റൻ, രോഹിത് വാസ് നോട്ട് ഈവൻ ദ ക്യാപ്റ്റൻ അറ്റ് വൺസ്, റൈറ്റ്? സോ ഇറ്റ്സ് എ മ്യൂച്വൽ ഫ്രെയിം വർക്കാണ്. സോ നമ്മൾ ഫോർ ഈച്ച് അതർ ഉണ്ടാവുക എന്നുള്ളത് മാത്രം, അത് നീ ചെയ്തുകൊണ്ടല്ലേ ഞാൻ ചെയ്തുകൊണ്ടെന്നുള്ളതല്ല. അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ബിൽഡിങ് ഇറ്റ് ടുഗദർ. ഇറ്റ്സ് എ
it's a friendship, it's a relationship. That's it. സർ എനിക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കമ്പനിയുടെ നെയിം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാർ എന്തുകൊണ്ടാണ് ഹാരിസ് ആൻഡ് കോ എന്നുള്ളൊരു നെയിം ചൂസ് ചെയ്യുന്നത്? ഹാരിസ് ആണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഹാരിസിന് പെട്ടെന്നൊരു പേര് വേണം, ഹാരിസൺ കൊന്നിട്ട്, അല്ലാണ്ട് വേറെ റീസൺ ഒന്നും ഇല്ല. രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, സാറ് സാറിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എഴുതിച്ചിട്ട് 8 സ്റ്റാർട്ടപ്സ് ഫെയിൽ ചെയ്യുന്നത്. ഈ 8 സ്റ്റാർട്ടപ്സിലും ഫെയിൽ ആവാൻ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടൊരു പോയിന്റ് ഉണ്ടാവില്ല? കോമൺ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നത് കുറേ ഉണ്ട്. അങ്ങനെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ചെയ്യില്ല. ഐ തിങ്ക് ഇഫ് ദർ ഇസ് വൺ തിങ് കോമൺ, ദാറ്റ് ഇസ് മീ ആയിരിക്കും. അറിവില്ലായ്മയാണ് ഒന്ന്. മേജർ റീസൺ വാസ് അറിവില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ മാർക്കറ്റിംഗ് ഏജൻസി, ഐ മീൻ ബിസിനസ് പോലും വരുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്തെന്താ അറിയോ, ഒരു ഓഫീസ് സ്പേസ് എടുക്കുക, ആൾക്കാരെ ഹയർ ചെയ്യുക, കമ്പ്യൂട്ടേഴ്സ്, എൻ്റെ അടുത്ത് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങൾ ഓഫീസ് റെഡിയാക്കുക എന്നുള്ളതാണ്. വി ഡിഡ്ന്റ് ഹാഡ് ക്ലയൻറ്റ്സ്, ഈവൻ ക്ലയൻറ്റ്സ്. അതൊരു 3 മാസം ഞാനപ്പോൾ പൂട്ടിപ്പോയി. റൈറ്റ്? സോ ഇന്നാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യൂല. ഇന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് എടുത്ത് വർക്ക് ഫ്രം ഹോമോ റിമോട്ടായിട്ട് ആൾക്കാരെ ഹയർ ചെയ്ത് ചിലപ്പോൾ കമ്മീഷൻ ബേസിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും അത് ഒരു ലയബിലിറ്റി ഇല്ലാതിരിക്കാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. റൈറ്റ്? സോ അറിവില്ലായ്മയാണൊന്ന്. കാരണം അന്ന് ഐ തിങ്ക് ഈ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഈ പരിപാടികളൊക്കെ നടന്നു പോകുന്നത്. അപ്പം എനിക്ക് ഏറ്റവും അത് ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഇപ്പോൾ കോളേജിലൊക്കെ ഉള്ള സമയത്തായാലും എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമമാണ് ഞാൻ എൻ്റെ ഉപ്പാരുടെ അടുത്ത് പോക്കറ്റ് മണി വാങ്ങിക്കുന്നു എന്നുള്ള സാധനം. ഐ വോണ്ടഡ് ടു സസ്റ്റെയിൻ ഓൺ മൈ ഓൺ. അതിൻ്റെ ബേസിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ട്യൂഷൻ എടുക്കാൻ പോകുന്നതായിക്കോട്ടെ, മറ്റ് പരിപാടികളൊക്കെ ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടായിരുന്നത്. ആൻഡ് ആ ഒരൊറ്റ വൈൻ്റെ മേലെയാണ് ഇത് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊരു വേഗം കാണുന്നു. ഇപ്പം ഞാനും എനിക്കൊരു 4 സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഈ ഒത്തുകൂടുന്നൊരു സ്പോട്ടുണ്ട്, 4 പേര്. അപ്പോൾ നമ്മളിങ്ങനെ 4 പേരും വരും. 4 പേരും വന്നിട്ട് എടാ ഒരു ഐഡിയ ഉണ്ട്. എല്ലാ ദിവസവും ഇതാണ് പരിപാടി. ഐഡിയ ഉണ്ട്, ഈ ഐഡിയ ഉണ്ട്, ഈ സംഭവമുണ്ട്, ആ സംഭവമുണ്ട്. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും കൊണ്ടുവരണം എക്സിക്യൂട്ട് ചെയ്യും. പ്രത്യേകിച്ച് പ്ലാനോ അതെങ്ങനെയാണെന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് പൊട്ടിപ്പോകും. ഇതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ കമ്മിങ് ടു നേരത്തെ പറഞ്ഞൊക്കെ കോ ഫൗണ്ടേഴ്സിൽ ഇതിലൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സസും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഫ്രണ്ട്സിൻ്റെ കൂടെ. ഞാൻ ആ ബിസിനസ്സൊക്കെ ഫെയിൽ ആയതിനു ശേഷം എടുത്ത തീരുമാനമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയും ഒരു ബിസിനസ് തന്നെ ചെയ്യില്ല എന്ന്. റീസൺ ബീങ്, നല്ലൊരു ബന്ധമുള്ളത് നമ്മളായിട്ട് കളയണ്ട എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഒരാളുടെ അടുത്ത് പോയിട്ടൊരു ഡീപ്പ് കോൺവെർസേഷൻ, ഹാർഡ് കോൺവെർസേഷൻ ഉണ്ടാവാനോ ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്നൊരു കോമൺ സംഭവം, ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഹാവ് ഹാർഡ് കോൺവെർസേഷൻസ്. ലൈക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ഒരാൾ ഫുൾഫിൽ ചെയ്യാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്ര ഒരു വിഷനിലോട്ട് അലൈൻ ആവാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഉറുപ്പ് ഇട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് 2 രൂപ തരുന്നു, എനിക്ക് 2 രൂപ കിട്ടുന്നില്ല, എന്തേ? റൈറ്റ്? സോ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇറ്റ്സ് ഓൾവേസ്, അത് നേരത്തെ പറഞ്ഞത്, അത് ഉപ്പാണെന്നുണ്ടെങ്കിൽ പോലും എഴുതിയിട്ട് സാധനങ്ങൾ അവിടെ വേണം. ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദാറ്റ് യു ക്യാൻ ഹാവ് എൻഡ് ടു എൻഡ് ഹാർഡ് കോൺവെർസേഷൻസ് അറ്റ് എനി ടൈം. നമുക്ക് ആ സ്പേസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. മറ്റൊന്ന് One more question സോ എനിക്ക് തോന്നുന്നു റിസ്വാൻ തന്നെയാണ് ഒരു പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായി, മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഓഫീസിൻ്റെ ഒരു ഫോട്ടോ എന്തോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗ വാസ് ദിസ് മാനിഫെസ്റ്റേഷൻ ആക്ച്വലി വർക്കിംഗ് ഔട്ട് ഫോർ യു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൺടർപ്രണർഷിപ്പ് ജേർണിയിൽ നോക്കുമ്പോൾ ഒരു ഫ്യൂവലായിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്യൂവലായിട്ടാണോ കാണേണ്ടത്? വാട്ട് ഇസ് ദ റൈറ്റ് പെർസ്പെക്റ്റീവ് ഫോർ ദാറ്റ്? I don't think it was manifestation alla. I think dream ആണ്. I'm a very big dreamer. Innum, if you ask me what I want to do,
it's pretty big, right? And dreams ഭയങ്കര essential ആണ്. This is another thing, like, you know, if you're working with a co-founder, like if you're working with a team, അല്ലെങ്കിൽ initial first set of നിങ്ങൾ ആദ്യത്തെ ഒരു 8 പേര്, റൈറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ 8 പേരിന് കറക്റ്റ്ലി പറയാനുള്ള റീസൺ ഒരു ലൈക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉള്ളതുകൊണ്ട്. ആദ്യത്തെ 8 പേര് ഭയങ്കര ഹൈ ഡ്രീമേഴ്സ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യുവർ co-founder is someone മതി, വൈകുന്നേരം എന്താ പറയുക, കളിക്കാൻ ഗ്രൗണ്ടിലെത്തുന്നു, രാത്രി ഫുഡ് കഴിക്കാൻ വീട്ടിലെത്തുന്നു, എനിക്ക് മതി സമാധാനം, ഐ തിങ്ക് അതേ ഒരു ഇതിലായിരിക്കും കമ്പനി പോകണ്ടാവും. സോ യു നീഡ് ബിഗ് ഡ്രീംസ് വേണം. ആൻഡ് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് സോ ഫാർ വാട്ട് എവർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഡ്രീംസ് തന്നെയാണ്. നമ്മൾ അതായത് നമ്മളെല്ലാവരും ഇൻസെക്യൂറാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. നമ്മൾ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. നമ്മൾ അച്ചീവ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മളെപ്പോഴും ചില സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രം കാണുന്ന സ്വപ്നങ്ങളല്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ചെയറിലിരുന്നിട്ട് തുറന്ന് കാണുന്ന സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നോട്ട് പോയാൽ നിങ്ങളൊരു ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങളിങ്ങനെ വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ ഇന്ന് ഈ സംഭവം ചെയ്ത് നാളെ ഇതായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, മറ്റൊന്ന് ഇതായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഭയങ്കര എസെൻഷ്യൽ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്തോ എവിടെയോ ഒരു കണക്ഷൻ്റെ കുറവുണ്ട്, റൈറ്റ്? ആൻഡ് ആ സംഭവം നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ ഡ്രീംസ് നിങ്ങൾ കാണുന്ന സമയത്താണ് അതായിട്ടില്ല, അതിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആരെ കാണണം, ഞാൻ എങ്ങനെ അവിടെ എത്തണം. യു സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ആസ് എൻ ഓണ്ടർപ്രണർ നിങ്ങളുടെ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള സംഭവമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്, റൈറ്റ്? യു ആർ ആസ്കിങ് വിത്ത് മീ നൗ, റൈറ്റ്? ബട്ട് വേർ ഐ വുഡ് സ്റ്റാർട്ട്, ഇപ്പം നാളെ തുടങ്ങുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രം മീ. എവറി ക്വസ്റ്റ്യൻ ഇസ് ടുവേർഡ്സ് മീ, ടു മീ. ആൻഡ് ആ ആൻസേഴ്സ് ബേസ്ഡ് ആയിരിക്കും നാളെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസിലും അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവും, റൈറ്റ്? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, വൈ ദാറ്റ് മാറ്റേഴ്സ്, റൈറ്റ്? ആ സ്വപ്നം അച്ചീവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സംഭവം അച്ചീവ് ആയി കഴിഞ്ഞാൽ ഹൗ വിൽ ഇറ്റ് മേക്ക് മീ ഫീൽ, അല്ലെങ്കിൽ ഹൗ വിൽ ഇറ്റ് മേക്ക് യു ഫീൽ? നാളെ ഉറങ്ങി എണീക്കുമ്പോൾ സേ ജയശെട്ടിൻ്റെയോ അല്ലെങ്കിൽ റോബിൻ ശർമ്മേൻ്റെയോ ഓർ പ്രിൻസിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ട റിക്വയർമെന്റ് ഒക്കെ അവിടെ വരില്ല നമ്മൾ ഇൻസ്പയർ ആവാനോ മോട്ടിവേറ്റ് ആവാനോ. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ യു നോ വാട്ട് യുവർ അപ് ടു, റൈറ്റ്? ഇന്ന് ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എൻ്റെ ടീമിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ, അത് എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ. പക്ഷേ ഒരു പോയിന്റിൽ ഇറ്റ് വാസ് ഓൺലി അബൌട്ട് മീ. കാരണം ഐ ഹാഡ് എ ലോട്ട് ടു പ്രൂവ് മൈ സെൽഫ്. ഞാൻ എനിക്ക് ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഐ ഹാവൻറ്റ് അച്ചീവ്ഡ് എനിത്തിങ്. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ ഇന്നും ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്യുന്നു അങ്ങനെയല്ല പറയുന്നത്. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഐ റിയലൈസ് ദാറ്റ് വാട്ട് എവർ യു ആർ ബിൽഡിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ. നിങ്ങൾക്ക് ചുറ്റുള്ള പീപ്പിൾ, ആൾക്കാരാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന കമ്പനി. ഐ റിയലൈസ്ഡ് എൻ്റെ സ്വപ്നങ്ങളെക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തില്ല, നിങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ 2, 3, 4, 5, 10, 15, 20 ആൾക്കാർ ആ ട്രസ്റ്റിനെ ഒരു എന്താ പറയുക, ഒരു അൾട്ടിമേറ്റം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചു കൊടുക്കാൻ പറയുന്ന സാധനമല്ലേ, അതാണ് ഏറ്റവും മീനിങ് ആയിട്ടുള്ള ബിസിനസ് എന്ന് ഒരു പോയിന്റിലെത്തുമ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഉള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും എങ്ങനെ ഞാൻ എൻ്റെ ഒരു സീനിയർ എംപ്ലോയിക്ക് ഞാനൊരു കാർ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങളൊരു സാധനം ചെയ്തപ്പം അമ്മക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ളതായിരുന്നു ആഗ്രഹങ്ങൾ. പല ആൾക്കുള്ളതാണ്, കാറ് വാങ്ങിക്കണം, അമ്മക്ക് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണം, അച്ഛനെ റിട്ടയർ ആക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അമ്മനെയും കൂട്ടി ഒരു ട്രിപ്പ് പോകണം, അമ്മ ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ല, ഇതൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതെങ്ങനെ അവർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും, ഇതാണ് ഇന്ന് തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫോഴ്സ്, റൈറ്റ്? സോ അതേപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പം ഓഫ് കോഴ്സ് ഫസ്റ്റ് തിങ് ഐ ലുക്ക് അറ്റ് ഇസ് മെസ്സേജ് നോക്കും, ടീം ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നോട്ട് ദ ബിസിനസ് പ്രോബ്ലംസ്, പക്ഷെ ആൾക്കാരുള്ള പ്രശ്നങ്ങളുണ്ടോ, അത് സോൾവ് ചെയ്യാന്നുള്ള ഒരു എനർജിയിലാണ് രാവിലെ ഉറങ്ങി എണീക്കുന്നത്. ഐ ലവ് പീപ്പിൾ പ്രോബ്ലംസ്, ഐ ലവ് പീപ്പിൾ ഓൾസോ. ആൻഡ് എനിക്ക് ബിസിനസ് പ്രോബ്ലംസിനേക്കാളും എന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാരുടെ ഗ്രോത്ത് ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വന്നോട്ടെ എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവമാണ്, നമ്മൾ വളരുമ്പം പ്രശ്നങ്ങൾ കുറയും,
അതൊന്നുമില്ല. നമ്മൾ ഗ്രോ ചെയ്യുമ്പം ഗ്രോത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് മൾട്ടി ഫോൾഡായിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോബ്ലം ദാൻ ഗ്രോ ചെയ്യാതെ വരുന്ന പ്രശ്നങ്ങൾ, റൈറ്റ്? സോ ഇതൊക്കെയാണ്. ആൻഡ് സ്വപ്നങ്ങൾ എത്രത്തോളം സ്വപ്നങ്ങൾ കാണാൻ പറ്റുമോ അത്രത്തോളം മേലെ സ്വപ്നങ്ങൾ കാണുക, അത്രത്തോളം എന്താടാ ലൈക്ക് എനിക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ അത് കേൾക്കുക, അത്രത്തോളം എന്താ പറയുക, അത്രത്തോളം നിങ്ങളെ തന്നെ അതിന് വേണ്ടിയിട്ടായിട്ട് ചാർജ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. ആൻഡ് നിങ്ങൾക്കൊരു സ്റ്റോറി നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ദിസ് അഗൈൻ സംതിങ് ഐ വോണ്ട് ടു പുട്ട് യു ഫോർവേഡ്. അതായത് എപ്പോഴും ഒരു ബിസിനസ് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ആർ സർട്ടൻ സ്റ്റോറീസ് ദാറ്റ് എവറിബഡി ലുക്ക് അറ്റ്. ഒന്ന് ഒറിജിൻ സ്റ്റോറിയാണ് ബിസിനസ്സിൻ്റെ, രണ്ട് ആ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ സ്റ്റോറിയാണ്. സോ ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്റ്റോറി, യു നീഡ് ടു ഹാവ് എ സ്റ്റോറി. ആൻഡ് ആ സ്റ്റോറി എങ്ങനെ ഉണ്ടാവുന്നത്? യു സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ ഡ്രീംസ് എങ്ങനെയായിരുന്നു? ഞാൻ ആസ് എ പേഴ്സൺ എങ്ങനെയായിരുന്നു? എൻ്റെ വീട് എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ? ഞാൻ ഇപ്പം എങ്ങനെയാണ്? എൻ്റെ തോട്ട് എങ്ങനെയാണ്? ഞാൻ എന്തിനാ രാവിലെ ഉറങ്ങി എണീക്കുന്നത്? ഞാൻ എന്തിനാ എന്നും പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ടൊരു സ്ഥലത്ത് പോകുന്നത്? ഞാൻ എന്തിനാ വേറെ ആളുകളോട് സംസാരിക്കുന്നത്? ഞാൻ എന്തിനാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ എന്തിനാ ഞാൻ പൈസ ഉണ്ടാക്കുന്നത്? എന്താണ് എനിക്ക് സക്സസ്? ലൈക്ക് ഓൾ ഓഫ് ദിസ്, എൻഡ് ഓഫ് ദ ഡേ എൻ്റെ ഒരു ഐഡിയൽ ഡേ എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ചോദിക്കണം. ഇത് ചോദിച്ച് ഇറ്റ്സ് എ വെരി ഹാർഡ് ക്ലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ചില സമയത്ത് ഉണ്ടാവുക, ആൻസേഴ്സ് ആയിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഗെറ്റ്. ഇത് നിങ്ങളുടെ ബാക്ക് ഇൻ ദ മൈൻഡ് ഇങ്ങനെ എപ്പോഴും ഓടി 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 ചിലപ്പോൾ നമ്മളൊരു പ്രാന്തനാവും, ചിലപ്പോൾ നമ്മൾ വിൽ ഫൈൻഡ് എ വേ ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. ആൻഡ് ദാറ്റ് ഇസ് ഓൺട്രപ്രണർഷിപ്പ്. സോ ഇതൊക്കെയാണ്. ആൻഡ് യാ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മീനിങ്സ് എല്ലാത്തിനും കൊടുക്കുക. അതിന് സ്വപ്നങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാറെ പ്രൊഫൈൽ കണ്ടതാണ് ഏറ്റവും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത്. ശരിക്കും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചിന്തിച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം. എൻ്റെ പിക്ചർ നമുക്ക് ഓൾറെഡി വേണമെന്ന് സാർ ഏത് പെർസ്പെക്റ്റീവിലാണ് നമുക്ക് കാര്യം? ഞാൻ ഇന്നേ വരെ ലൈഫിൽ ചിന്തിച്ചൊരു കാര്യം ചെയ്തിട്ടില്ല. ടു ഗിവ് എ സിമ്പിൾ എക്സാമ്പിൾ, എൻ്റെ കല്യാണം നടന്നത് 3 ദിവസത്തിലാണ്. 3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രൊപ്പോസൽ വന്ന് 3-ാമത്തെ ദിവസം ഞാൻ ആ പെൺകുട്ടിനെ കണ്ട് എസ് പറഞ്ഞിട്ടുണ്ട് ഒറ്റ കോൺവെർസേഷനിൽ. നമ്മൾ കുറേ ചിന്തിക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ഒരു സംഭവമുണ്ട്, അത് തകരാറ് എന്ന് പറഞ്ഞുകൂടാ. ബ്രെയിനിന് നമ്മളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബ്രെയിൻ ഒരു സംഭവത്തെ നമ്മളെ വിലക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പോൾ രാവിലെ ഉറങ്ങി എണീക്കണം എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ബ്രെയിൻ ചിന്തിക്കുക, രാവിലെ ഉറങ്ങി എണീച്ചാൽ തളരൂലേ, കുറച്ച് കഴിയുമ്പോൾ ഉറക്ക് വരൂലേ. നമ്മളെ സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളൊരു സാധനത്തിനെ കുറിച്ച് നമ്മൾ ഈ പ്രോസ് കോൺസ് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചിന്തിച്ചെത്തുമ്പോഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാൻ 10 റീസൺ വേണം, എന്നൊരു കാര്യം ചെയ്യാതിരിക്കാൻ 8 റീസൺ മതി, അവിടത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ സംബന്ധിച്ച് എക്സിക്യൂട്ട് ചെയ്യൂല. അപ്പം ഒന്നും നടക്കൂല ലൈഫിൽ. അതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഒരിടത്ത് തുള്ളി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നീന്തിയേ പറ്റൂ. അവിടെ എത്തുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ജംപ് ഫസ്റ്റ് തിങ്സ് ഒക്കെ എന്നുള്ള ഒരു ലൈന് വരുന്നത്. ആൻഡ് ഞാൻ ടെഡ് ടോക്കിന് മുന്നേ ഐ വാസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് എന്ത് സംസാരിക്കും, എങ്ങനെ സംസാരിക്കും. സംഹൗ ഐ റീച്ച്ഡ് ഇൻ ടു ദാറ്റ് പോയിന്റ്. പിന്നെ അതിൻ്റെ മേലെയാണ് മൊത്തം ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. ഇന്നും നേരത്തെ പറഞ്ഞു, ലൈക്ക് നമ്മൾ ഡിസിഷൻ മേക്കിംഗ്, റൈറ്റ്? എന്നെ മാത്രമല്ല എൻ്റെ ടീമിനെ ഇന്ന് സഹായിക്കുന്ന ഒരൊറ്റ സാധനം അതാണ്. എല്ലാവരും ഫോളോ ചെയ്യുന്നത് ദറ്റ് ഈസ് എ കൾച്ചർ അറ്റ് ഹാക്കാണ്. ഹാക്കായാലും എല്ലായിടത്തും അതൊരു കൾച്ചറാണ്. കുറേ ചിന്തിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വി മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, ടൺസ് ഓഫ് മിസ്റ്റേക്സ്. നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പറയിക്കും, ഇവൻ പറയിപ്പിച്ച് നമ്മളത് തിരുത്താൻ ട്രൈ ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇപ്പോൾ വി ആർ അറ്റ് എ പോയിന്റ് വെയർ നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ തുള്ളി ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, തുള്ളിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ബേസിക് സംഭവമുണ്ട്. സോ ആ ട്രസ്റ്റിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാണ്, ബെറ്റർ ആവാണ്. ഐ റെഡ് എ ബുക്ക് കോൾഡ് ആസ് ബ്ലിങ്ക്. മാൽക്കം ഗ്ലാഡ്വെലിൻ്റെ ബ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ബ്ലിങ്ക് ഈസ് ബേസിക്കലി നമ്മൾ കണ്ടതാവില്ലേ, ചിമ്മൂല്ലേ. ആ ബുക്കിൽ പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. എന്നാൽ നമ്മൾ ആ ഇൻസ്റ്റിങ്ക്റ്റിനെ ബിലീവ് ചെയ്യാൻ റെഡിയല്ല. ആൻഡ് നമ്മൾ ആ ഇൻസ്റ്റിങ്ക്റ്റിനെ ബിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ഓൾ ബി എക്സിക്യൂട്ടേഴ്സ്, വിൽ ഓൾ ഡു സംതിങ്.
അതാരും വിശ്വസിക്കാത്തതുകൊണ്ട് ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നമ്മൾ ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫീൽ ചെയ്യാത്തത് പറഞ്ഞുകൂടാ, ബിലീവ് ചെയ്യാത്തതുകൊണ്ടാണ്, ആ ഇൻസ്റ്റിങ് എടുക്കാത്തതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ആക്ട് ദാൻ ടു തിങ്ക്. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ഐ ആഡ് ദിസ് ടു ലാസ്റ്റ് തിങ്. ഓക്കെ, ദർ ആർ 2 type of decisions you make in life. ഒന്ന് 1 way ആണ്, ഒന്ന് 2 way ആണ്. ഇത് ആമസോണിന്റെ ജെഫ് ബെസോസിന്റെ അടുത്ത് കിട്ടിയുള്ള സാധനമാണ്, റൈറ്റ്? സോ ഒന്ന് 1 way ആണ്, ഒന്ന് 2 way ആണ്. 1 way എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു തിരിച്ചു വരവില്ല. 2 way എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഡോർ ഉണ്ട്, അത് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ 1 way ഡിസിഷൻ ആയാലും നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന മെജോറിറ്റി ഡിസിഷൻസ്, ഒരു 70 to 80% ഡിസിഷൻസും 2 way ഡിസിഷൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ പോലെ ഇരുന്ന് ചിന്തിച്ച് അത് ചെയ്യൂല. എന്നാൽ ആ ഡിസിഷൻസ് നിങ്ങളൊന്ന് ചെയ്തതിനാലും യു ഹാവ് അതർ ഓപ്ഷൻസ് ടു ഡു. നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം, അത് വർക്കായില്ല, അടുത്ത പോവാ, വർക്കായില്ല, ചെയ്യുക, അടുത്ത വർക്കായില്ല. 1 way ഡിസിഷൻസ് മേ ബി യു ക്യാൻ തിങ്ക്, മേ ബി യു ക്യാൻ ടേക്ക് ഡാറ്റ, പ്രോസ്, കോൺവെർസേഷൻസ്, ലൈക്ക് കോൺസ് എല്ലാം എടുക്കാം. ദാറ്റ് സ്റ്റിൽ എന്താ പറയുക, മേക്ക് എ സെൻസ്. പക്ഷേ 80% ഓഫ് യുവർ ലൈഫ് റിവോൾവ്സ് അറൗണ്ട് ദീസ് 2 way ഡിസിഷൻസ്. അതെന്ത് ചെയ്യുക? ഫാസ്റ്റ് റൈറ്റ് എടുക്കുക, ഓട്ടോമാറ്റിക്കലി വിൽ ബി മച്ച് ബെറ്റർ. വളരെ നല്ലതാണ്. എന്ന് വെച്ചിട്ട് തീരെ ലൈക്ക് എന്താ പറയാ, എടുത്ത് ചാടാം. പക്ഷേ ഓക്കെ, ദിസ് അനദർ തിങ്. ഇപ്പം നമ്മൾ ഈ ജംപ് ഫസ്റ്റ് തിങ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെപ്പോഴും പറയും പ്ലാൻ എ മതി, പ്ലാൻ ബി ഉണ്ടെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയും. എന്നാൽ ആസ് എൻ ഓണ്ടർപ്രണർ പ്ലാൻ ബി, സി, ഡി, ഇ, എഫ്, ജി, സെഡ് എല്ലാം വേണം. സോ എടുത്ത് ചാടുന്നതിന് മുന്നേ നമ്മൾ എടുത്ത് ചാടി എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എന്നാൽ അതായി കഴിഞ്ഞാൽ പ്ലാൻ സി പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, റൈറ്റ്? സോ എടുത്ത് ചാടാം, പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ട്രസ്റ്റ് ദാറ്റ്. പിന്നെ വേറെ സംഭവമുണ്ട്, നമ്മൾ കുറേയൊക്കെ ഭയങ്കരമായിട്ട് ഡാറ്റനോ അല്ലെങ്കിൽ ഇൻസൈറ്റ്സിനോ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കൂല. എന്നാൽ നിങ്ങളൊരു സാധനം ചെയ്യുമ്പോൾ എടുത്ത് ചാടുമ്പോൾ നിങ്ങളെ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് അവിടത്തേക്ക് എത്തും. എനിക്ക് നല്ല ഇഷ്ടമായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സാറിന്റെ പല ഇന്റർവ്യൂസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും സാർ ഈ ബ്ലാക്ക് ടീഷർട്ട് ഇല്ല, സംഭവം ഇത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വലിയ സ്റ്റീവ് ജോബ്സ് ഫാനാ. ഓക്കെ, സ്റ്റീവ് ജോബ്സിന്റെ പ്രസന്റേഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, ബ്ലൂ ജീൻസ് ഇട്ടിട്ടുണ്ടോ, ഒരു ലൈക്ക് ബ്ലാക്ക് ഫുൾ സ്ലീവ് ടീഷർട്ട് ഇട്ടിട്ട് ഇൻസ്റ്റൈഡ് ആക്കിയിട്ട് ന്യൂ ബാലൻസിന്റെ ഷൂ കാണാൻ പറ്റും, റൈറ്റ്? പക്ഷേ ടിൽ എ പോയിന്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ റെഡിയാവും. പക്ഷേ വൺസ് വീഡിയോസ് ഒക്കെ എടുത്തു തുടങ്ങിയ സമയത്തൊക്കെ ആയിട്ടാകുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് കളർ ക്ലോത്ത്സ് ഇടൂലേ, അപ്പം മുഖത്ത് ഫെയ്ഡ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, എസ്പെഷ്യലി ലൈറ്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ലൈറ്റ് മേലെ ഇരുന്നിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ, നിങ്ങൾ ലൈറ്റ് കളർ ക്ലോത്ത്സ് ഇട്ടിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ മുഖം ഡാർക്കാവും, ഡള്ളാവും. പക്ഷെ ഡാർക്ക് കളർ ക്ലോത്ത്സ് ഇട്ടാണെങ്കിൽ മുഖം ഭയങ്കര പ്രകാശിക്കും. അപ്പോൾ ആ പ്രകാശിക്കാനാണ് ബ്ലാക്ക് ഇട്ട് തുടങ്ങിയത്. കാരണം എസ്പെഷ്യലി വീട്ടിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പരിമിതികളുടെ ഇടയിൽ നമ്മൾ സമയം ചെയ്യുമ്പം കുറച്ചൊന്ന് റെഡി ആവണം എന്നുള്ളതിലാണ് ഡാർക്ക് കളർ ക്ലോത്ത്സ് ഇട്ട് തുടങ്ങിയത്. പിന്നെ അതൊരു ഹാബിറ്റായി. പിന്നെ ഐ ലവ് ദിസ് കളർ. ബ്ലാക്ക് ഇടുമ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം കേട്ടോ. ഇപ്പം അങ്ങനെയാണ്. ഞാൻ വേറെ കളർ ക്ലോത്ത്സ് ഇട്ടാൽ ഭയങ്കര ഇൻസെക്യൂർ ആവും. എങ്ങനെ ഉണ്ടാവും, ഇതാവും, സംസാരിക്കുന്നൊക്കെ സാധനം ഉണ്ടാവും. പക്ഷെ ബ്ലാക്ക് ഇടുമ്പം എനിക്ക് വേറെ തന്നെ ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്തയ്ക്കുന്ന സംഭവം കുറെ ബ്ലാക്ക് ഷർട്ട്സ് ഉണ്ട്. അത് ഞാൻ എപ്പം വീട്ടിൽ നിന്ന് ഇട്ടാലും ചീത്ത പറഞ്ഞ ഒരു സംഭവം അത് മാത്രമാണ്. ഇപ്പം എൻ്റെ അൽമാറ നോക്കിയാൽ ഇതേ ടീഷർട്ട് ഇല്ലേ, ഈ ടീഷർട്ട് ഇതേ ടീഷർട്ട് എന്നിട്ട് 10 ഉണ്ട്. ഇതേ ടീഷർട്ട് ഞാൻ വെറുതെ പറയണല്ല, ഇതേ ടീഷർട്ട് 10 ഉണ്ട്, 7 ഉണ്ട്. ഞാൻ അൽമാറ പറഞ്ഞു കഴിഞ്ഞാൽ 7 ടീഷർട്ട് അവിടെ ഉണ്ട്. ഓരോ നേരത്തിൽ ഇങ്ങനെ ഇട്ടാൽ മതി. പാൻറ് മാത്രം മാറ്റിയാൽ മതി, ചിന്തിക്കാനുള്ള ആവശ്യമില്ല. പിന്നെ ഇപ്പം അതൊരു ഹാബിറ്റായി. വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം പിന്നെ ആരൊന്നും പറയില്ല.